ഓം ചൈതന്യരൂപം അമൃതസ്വരൂപം സകലാനുഗ്രഹ ഭാഗവതം മനുഷ്യരൂപേഷു കൃഷ്ണസ്വരൂപം നമാമി മള്ളിയോർവാഴും തിരുമേനി പാദം. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ഹ്രീം നമഃ ശിവായ. ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ഡായൈ വിച്ചൈ നമഃ. ഓം ധ്യായാമോ ധവളാവകുണ്ഠനവതിം തേജോമയീം നൈഷ്ഠികീം സ്നിഗ്ധാപംഗവിലോകിനീം ഭഗവതീം മന്ദസ്മിതശ്രീമുഖീം വാത്സല്യാമൃതവർഷിണീം സുമധുരം സങ്കീർത്തനാലാപിനീം ശ്യാമാംഗീം മധുസിദ്ധസുക്തിം അമൃതാനന്ദാത്മികാം ഈശ്വരീം. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമഃ. അജ്ഞാനാതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. അരുണാരുണകല്ലോലം കരുണാകലിതാത്മനേ നരാനുഗ്രഹരൂപായ ഗുരവേ കുസുമാഞ്ജലി. നരാനുഗ്രഹരൂപായ ശ്രീ അമൃതാനന്ദമയി ഗുരവേ കുസുമാഞ്ജലി. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ശ്രീ മഹാഭാഗവത കുടുംബ സത്സംഗത്തിൻ്റെ 225 ദിവസം ഗുരുദർശനം എന്ന ചടങ്ങിൽ അമ്മയുടെ പരമ്പര നമ്മൾ വായിക്കാൻ തുടങ്ങിയിട്ട് 74 ദിവസമായി. ചിങ്ങം 1-ാം തീയതി തുടങ്ങിയതാണ്. അതിൽ ഇന്നലെ 5 മിനിറ്റ് ആയത് ഇവിടെ ഒരു മൂല ഭാഗവത യജ്ഞം നടക്കുന്നു. അതിന് നേതൃത്വം കൊടുക്കുന്ന തിരുമേനിമാർ ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും ഭദ്രകാളി പൂജയും പുഷ്പാഞ്ജലിയും ദേവീ സങ്കല്പങ്ങളായ ഹോമങ്ങളും ഒക്കെ നടക്കുകയായി. തീർച്ചയായും ക്ഷേത്ര സംസ്കാരം നിലനിൽക്കാനും ഗുരുക്കന്മാർ പറഞ്ഞിട്ടുള്ള യാഗവും ഹോമവും പൂജയും സത്സംഗവും പാരായണവും ഒക്കെ നടത്തുക എന്നുള്ളതാണല്ലോ ഭാരതധർമ്മം. അമ്മയ്ക്കും അതിഷ്ടമാണ്. അമ്മ നമശിവായ ജപിച്ച് കൃഷ്ണ എന്ന് ജപിച്ച് ദേവി അമ്മേ 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 എന്ന് വിളിച്ച് ഗുരു പരമ്പരയുടെ മഹത്തായ ദർശനം എന്താണെന്ന് കാട്ടിക്കൊടുക്കുക. ക്ഷേത്രത്തിൽ പോകാനും നാമം ജപിക്കാനും ഭാരതീയ സംസ്കാരം ഉൾക്കൊള്ളാനും ഇന്ന് ലോകത്തോട് പറയുന്ന അമ്മയുടെ ഒരു ദർശനം ചെറിയ കാര്യമല്ല. ഇപ്പോൾ ഈ പൂജയും ഹോമവും പാരായണവും ഒക്കെ നടത്തുന്ന ആളുകളുടെ കാലം കഴിയുമ്പോൾ അടുത്ത ഒരു തലമുറ ഈ സംസ്കാരത്തിലേക്ക് വന്നില്ലെങ്കിൽ ക്ഷേത്രങ്ങൾ അന്യം നിന്നു പോകും. ഈശ്വരീയ ധർമ്മം പാലിക്കുന്നവർ നമ്മുടെ കുടുംബങ്ങളിൽ കുറയും. അതൊരിക്കലും വരരുത്. നമ്മുടെ ഗുരുക്കന്മാർ കാത്തു സൂക്ഷിച്ച കസ്തൂരി മാമ്പഴം കാക്ക കൊത്തരുത്. തത്ത കൊത്തിയാലും കുഴപ്പമില്ല, കാരണം തത്ത കൊത്തിയാലും പിന്നെയും കഴിക്കാം. തത്ത എല്ലാം കൊത്തില്ല. കാക്ക കാണുന്നതെല്ലാം കൊത്തും. തത്ത വിശന്ന് വലഞ്ഞാലും പഴമേ കൊത്തും. കാക്ക അങ്ങനെയല്ല. അതുകൊണ്ട് നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന ഒരു സംസ്കാരം നിലനിൽക്കണമെങ്കിൽ ക്ഷേത്രം വേണം, പൂജ വേണം, ഹോമം വേണം. അതിന് അമ്മയും വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. ക്ഷേത്രത്തിൽ പോയി നാമം ജപിക്കണം. അമ്മ 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 എന്ന് വിളിച്ച് അമ്മ ലോകത്തിൻ്റെ അമ്മയായി മാറി. ഈശ്വരീയ സങ്കല്പത്തിൻ്റെ ആ വൈശിഷ്ട്യത്തെ അറിയിച്ചു കൊടുക്കുവാൻ
ഒരു ധർമ്മം പാലിക്കുന്ന അവസ്ഥയിൽ ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്ക് അതൊരു മാർഗദർശനമാകുന്നുവെങ്കിൽ നമുക്ക് അതൊരു ആശ്വാസകരമാണ്. അമ്മയുടെ ജീവചരിത്രം നമ്മൾ വായിച്ചു. അമ്മയുടെ ആരാധ്യനായ ശിഷ്യനും ഞങ്ങൾക്കൊക്കെ ഏറ്റവും ആദരണീയനും ലളിതാ സഹസ്രനാമത്തിൻ്റെയും പുല്ലാങ്കുഴലിൻ്റെയും ഒക്കെ മഹത്തായ തത്വം ലോകത്തിന് അറിയിച്ചു കൊടുക്കുകയും അമ്മയുടെ മഠത്തിൻ്റെ ജനറൽ സെക്രട്ടറിയുമായ ആദരണീയനായ പൂർണ്ണാമൃതാനന്ദപുരി സ്വാമിജി എഴുതിയ 2 പുസ്തകങ്ങൾ നമ്മൾ ഈ 74 ദിവസത്തിനുള്ളിൽ വായിച്ചു കഴിഞ്ഞു. അമ്മയുടെ ജീവചരിത്രവും വായിച്ചു. അമൃതം ഗമയ എന്ന അമ്മയുടെ പുസ്തകത്തിൽ, ഇതാണ് പുസ്തകം, ഈ പുസ്തകത്തിൽ കുഞ്ഞിൻ്റെ സൗന്ദര്യം എന്ന ഒരധ്യായമുണ്ട്. നമുക്ക് ആദ്യം അത് വായിക്കാം. മക്കളെ, ആത്മീയതയിൽ നിഷ്കളങ്കമായ കുഞ്ഞിൻ്റെ ഭാവത്തിന് ഒരു പ്രത്യേക സ്ഥാനമാണുള്ളത്. മനുഷ്യനിൽ ഒളിഞ്ഞു കിടക്കുന്ന ആത്മീയ പൂർണ്ണതയ്ക്ക് ഉദാഹരണമായി കുഞ്ഞിൻ്റെ അവസ്ഥയാണ് ലോകത്തിലെ എല്ലാ ആത്മീയ ആചാര്യന്മാരും ചൂണ്ടിക്കാട്ടാറുള്ളത്. ഒരു കുഞ്ഞിന് കഴിഞ്ഞ കാലത്തെക്കുറിച്ചോ വരാനിരിക്കുന്നതിനെക്കുറിച്ചോ ചിന്തയില്ല. എന്ത് ചെയ്യുന്നുവോ അതിലായിരിക്കും കുഞ്ഞിൻ്റെ മുഴുവൻ ശ്രദ്ധയും. വളരെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യമാണ്. എന്ത് ചെയ്യുന്നുവോ അതിലായിരിക്കും കുഞ്ഞിൻ്റെ മുഴുവൻ ശ്രദ്ധയും. അതുകൊണ്ട് കുഞ്ഞ് ഈ നിമിഷത്തിൽ മാത്രമാണ് ജീവിക്കുന്നതെന്ന് നമുക്ക് പറയാം. ഒന്നാലോചിച്ച് നോക്കുക. വാസ്തവത്തിൽ മുതിർന്നവർ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഒരു കുഞ്ഞ് ചെയ്യുന്നതിനെല്ലാം ഒരു പ്രത്യേക സൗന്ദര്യമുണ്ട്. അതുകൊണ്ടാണ് ആരുടെ കുഞ്ഞായാലും എല്ലാവർക്കും കുഞ്ഞുങ്ങളോടടുപ്പവും വാത്സല്യവും തോന്നുന്നു. എത്ര കഠിന ഹൃദയർക്കും കുഞ്ഞുങ്ങളോട് ഇഷ്ടം തോന്നും. അത് തോന്നാത്തവർ മാനസിക രോഗികളും രാക്ഷസീയമായ സ്വഭാവമുള്ളവരും മാത്രമായി. അഹങ്കാരമില്ലാത്ത അവസ്ഥയാണ് കുഞ്ഞിൻ്റേത്. ഒരു കുഞ്ഞ് നമ്മെ നോക്കി ചിരിച്ചാൽ, ഒരു കുഞ്ഞ് നമ്മളെ നോക്കി ചിരിച്ചാൽ നമ്മളും അറിയാതെ ചിരിച്ചു പോകും. കുഞ്ഞെന്തെങ്കിലും വെച്ച് നീട്ടിയാൽ, പൊടിയും മണ്ണും പുരണ്ട ആഹാര സാധനമാണെങ്കിൽ പോലും മുതിർന്നവർക്കത് തിരസ്കരിക്കാൻ കഴിയില്ല. നമ്മൾ ആരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് അമ്മ എഴുതിയിരിക്കുന്നത് അമൃതം ഗമയ എന്ന പുസ്തകത്തിൽ. നോക്കൂ, ഒരു കുഞ്ഞ് കരയുന്നത് കണ്ടാൽ നമ്മുടെ മനസ്സും സ്വാഭാവികമായി അലിഞ്ഞു പോകും. ആദ്യം പറഞ്ഞാൽ എന്താ? ഒരു കുഞ്ഞെന്തെങ്കിലും വെച്ച് നീട്ടിയാൽ പൊടിയും മണ്ണും പുരണ്ട ആഹാര സാധനമാണെങ്കിൽ പോലും നമുക്കത് തിരസ്കരിക്കാൻ കഴിയില്ല. ഒരു കുഞ്ഞ് കരയുന്നത് കണ്ടാൽ നമ്മുടെ മനസ്സും സ്വാഭാവികമായി അലിഞ്ഞു പോകും. കാരണം കുഞ്ഞിന്റെ സ്നേഹം പരിശുദ്ധമാണ്. കുഞ്ഞിന്റെ സ്നേഹം അതിൽ കളങ്കമില്ല. അഹങ്കാരമാണ് മനുഷ്യനിലെ കളങ്കം. അതിലില്ലാത്തത് കൊണ്ടാണ് കുഞ്ഞുങ്ങളോട് എല്ലാവർക്കും ആകർഷണം തോന്നുന്നത്. ഒരു കുഞ്ഞിന്റെ നിഷ്കളങ്ക ഹൃദയം മനുഷ്യനിൽ അന്തർലീനമായിരിക്കുന്ന ആത്മീയ പരിശുദ്ധിയുടെ പ്രതീകമാണ്. എന്നാൽ കൊച്ചു കുഞ്ഞിന്റെ ഈ നിഷ്കളങ്കത ഒരു താൽക്കാലികമായ അവസ്ഥ മാത്രമാണ്. കാരണം കുഞ്ഞ് വളരും തോറും അഹങ്കാരവും അതിൻ്റെ മാലിന്യങ്ങളും മനസ്സിനെ ബാധിക്കാൻ തുടങ്ങുന്നു. മുതിർന്നവർ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. കൊച്ചു കുഞ്ഞിന്റെ നിഷ്കളങ്കത ഒരു താൽക്കാലികമായ അവസ്ഥ മാത്രമാണ്. കാരണം കുഞ്ഞ് വളരും തോറും അഹങ്കാരവും അതിൻ്റെ മാലിന്യങ്ങളും മനസ്സിനെ ബാധിക്കാൻ തുടങ്ങും. എങ്കിലും ഓരോ വ്യക്തിയിലും പവിത്രവും നിഷ്കളങ്കവുമായ ഈ ഭാവം ഒളിഞ്ഞു കിടപ്പുണ്ട്. ഈ അവസ്ഥ നമ്മുടെ സ്ഥിരഭാവമാക്കാനുള്ള ശ്രമമാണ് ആത്മീയ സാധനയിലൂടെ നടത്തുന്നത്. കൊച്ചു കുഞ്ഞുങ്ങളെ നിരീക്ഷിച്ചാൽ ജീവിതത്തിൽ അത്യാവശ്യം വളർത്തേണ്ട ഒരുപാട് ഗുണങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിയും. അതിലൊന്നാണ് നിഷ്കളങ്കത. മറ്റൊന്നെന്താണ്? ശുഭാപ്തി വിശ്വാസമാണ്. എഴുന്നേറ്റ് പിച്ച വെച്ച് നടക്കാൻ ശ്രമിക്കുന്ന കുഞ്ഞിനെ ശ്രദ്ധിക്കുക. അത് എത്രയോ തവണ വീഴുന്നു, അത് എത്രയോ തവണ വേദനയോടെ കരയുന്നു. ചിലപ്പോൾ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും മുറിഞ്ഞെന്ന് വരും. എന്നാലും കരഞ്ഞുകൊണ്ട് കുഞ്ഞ് എഴുന്നേറ്റ് നടക്കാനുള്ള ശ്രമം ഒരിക്കലും ഉപേക്ഷിക്കുന്നില്ല. ഞാൻ കഴിഞ്ഞ എത്രയോ നാളുകളായി എഴുന്നേറ്റൊന്ന് നടക്കാൻ ശ്രമിക്കുന്നു. ഇതിനോടകം ഒരു 100 തവണയെങ്കിലും വീണ് കാണും. ശരീരമൊക്കെ മുറിഞ്ഞു, ഇനിയും വയ്യ, എനിക്ക് നടക്കണ്ട, ജീവിതകാലം മുഴുവൻ മുട്ടയിൽ എഴഞ്ഞോളാം എന്ന് ലോകത്തിൽ ഒരു കുഞ്ഞും വിചാരിക്കുന്നില്ല. 1000 തവണ വീണാലും ശരീരം വേദനിച്ചാലും മുറിഞ്ഞാലും വീണ്ടും വീണ്ടും നടക്കാനുള്ള ശ്രമം തുടരും.
നിരാശയോ പരാജയ ബോധമോ കൂടാതെ വീണിടത്ത് നിന്നും എഴുന്നേറ്റ് നടക്കാനുള്ള കുഞ്ഞിന്റെ ഈ ഉത്സാഹവും ആവേശവും വിശ്വാസവും ജീവിതത്തിൽ നാം പഠിക്കേണ്ട വലിയൊരു ഗുണപാഠമാണ്. അടിയുറച്ച വിശ്വാസത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും ഏറ്റവും നല്ല ഉദാഹരണമാണ് പുസ്തകം അമൃതം ഗമയ. നിങ്ങൾ നോക്കൂ, ഇത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ എവിടെയൊക്കെ പഠിക്കണം. അതുപോലെ കുഞ്ഞുങ്ങൾ എപ്പോഴും ഇവിടെ ഈ നിമിഷത്തിലാണ് ജീവിക്കുന്നത്. സാധാരണ മനുഷ്യൻ ഒന്നുകിൽ ഭൂതകാലത്തെ കുറിച്ചുള്ള ചിന്തകളിൽ മുഴുകിയിരിക്കും, അല്ലെങ്കിൽ ഭാവിയെ കുറിച്ചോർത്ത് ആകുലപ്പെടും. ഒന്ന് കഴിഞ്ഞു പോയത്, മറ്റേത് വരാനിരിക്കുന്നത്. ഇവ രണ്ടും യാഥാർത്ഥ്യമല്ല. വരാനിരിക്കുന്നതും കഴിഞ്ഞു പോയതും യാഥാർത്ഥ്യമല്ല. യാഥാർത്ഥ്യം ഈ നിമിഷത്തിലാണ്. അതുകൊണ്ടാണ് പാസ്റ്റും ഫ്യൂച്ചറും നോക്കരുത്, പ്രസന്റേ ഉള്ളൂ എന്ന് ഇംഗ്ലീഷുകാരൻ പറയുന്നത്. അമ്മ എഴുതിയ ഈ പുസ്തകം കോളേജിൽ സ്കൂളിൽ പഠിപ്പിക്കേണ്ടതല്ലേ പ്രിയപ്പെട്ടവർ? പരീക്ഷയ്ക്ക് പഠിക്കുന്നത് ജയിക്കാനാണ്. എവിടെ ജയിക്കാൻ? സ്കൂളിൽ ജയിക്കാൻ. ഇത് പഠിക്കുന്നത് ജീവിതത്തിൽ ജയിക്കാനാണ്. നിങ്ങളത് മറക്കരുത്. ആത്മീയത ഉണ്ടെങ്കിലേ ജീവിതത്തിൽ ജയിക്കൂ. പരീക്ഷയ്ക്ക് ജയിച്ച ഒരുപാട് പേർ ജീവിതത്തിൽ തോറ്റുപോയിട്ടുണ്ട് പ്രിയപ്പെട്ടവർ. പരീക്ഷയ്ക്ക് തോറ്റുപോയ ധാരാളം പേർ ജീവിതത്തിൽ ജയിച്ചിട്ടുണ്ട്. അതിന് വേണ്ടത് രണ്ട് കാര്യമാണ്: ഗുരുത്വവും ഈശ്വരാനുഗ്രഹവും. അത് സ്കൂളിൽ പഠിപ്പിക്കില്ല. ഈ രണ്ട് സബ്ജക്റ്റ് സ്കൂളിൽ ഇല്ലല്ലോ. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി ഉണ്ട്. ഗുരുത്വവും ഈശ്വരാനുഗ്രഹവും ധർമ്മവും പഠിക്കണമെങ്കിൽ ഗുരുക്കന്മാർ പറയുന്നത് അനുസരിക്കണം. നിങ്ങളത് ഒരിക്കലും മറക്കരുത്. ഇവിടെ ഈ വർത്തമാനത്തിൽ, ഈ പ്രസന്റിൽ, എന്നാൽ ഈ നിമിഷം ജീവിക്കാൻ നമ്മൾ മറന്നുപോകുന്നു. കർമ്മം ഈ നിമിഷത്തിലാണ്. സന്തോഷവും സ്നേഹവും എല്ലാം ഈ നിമിഷത്തിലാണ്. ഇതിന്റെ അർത്ഥം ഒന്നും പ്ലാൻ ചെയ്യണ്ട എന്നല്ല. ഒരു എഞ്ചിനീയർ പാലം പണിയാൻ പ്ലാൻ തയ്യാറാക്കുമ്പോൾ ആ നിമിഷത്തിലായിരിക്കണം. പാലം പണിയുമ്പോൾ ആ നിമിഷത്തിലായിരിക്കണം. ഇതിനിടയിൽ കഴിഞ്ഞതിനെ കുറിച്ചും വരാൻ പോകുന്നതിനെ കുറിച്ചും സ്വപ്നം കണ്ടാൽ അടുത്തത് ശ്രദ്ധിക്കണം, പ്ലാനും പാലവും തകരാറിലാവും. ഒരാൾ ഐസ്ക്രീം കഴിക്കാൻ കടയിൽ കയറി തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചോക്ലേറ്റ് ഐസ്ക്രീം ഓർഡർ ചെയ്തു. അത് മുൻപിലെത്തിയപ്പോൾ പെട്ടെന്ന് ചിന്തിച്ചു, എന്താണെന്നറിയില്ല, രാവിലെ മുതൽ തുടങ്ങിയതാണ് ഈ തലവേദന. ഇതിനിടയിൽ 3-4 തവണ വേദന സംഹാരി കഴിച്ചു, രക്ഷയില്ല. ഇനിയും വേറെന്തെങ്കിലും അസുഖമാണോ? ഡോക്ടറെ ഒന്ന് കാണണോ? സ്കാൻ ചെയ്ത് നോക്കണോ? അതോ വല്ല വിഷാംശവും ഉള്ളിൽ ചെന്നോ? ഇന്നലെ വൈകിട്ട് ആ ഹോട്ടലിൽ കയറി ആഹാരം കഴിച്ചിരുന്നു. അവിടെ ആഹാരപാത്രങ്ങൾ പലതും തുറന്നു വെച്ചിരിക്കുന്നത് കണ്ടു. വല്ല പല്ലിയോ പാറ്റയോ അതിൽ വീണിട്ടുണ്ടാകുമോ? അതോ ചിലന്തി അതിൽ പെട്ടിട്ടുണ്ടാകുമോ? അതിനിടയിൽ ഐസ്ക്രീം പാർലറിന് മുൻപിൽ ഒരു വില കൂടിയ കാർ വന്നു നിന്നു. അതിൽ നിന്നും സ്വർണ്ണ കണ്ണടയും വാച്ചും വില കൂടിയ വസ്ത്രങ്ങളും ധരിച്ച ഒരാൾ ഇറങ്ങി. അപ്പോൾ അയാൾ ചിന്തിച്ചു, ഇതൊക്കെ പണക്കാർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളെ പോലുള്ള പാവങ്ങൾ ഇതൊന്നും സ്വപ്നം കാണാൻ പോലും കഴിയില്ല. ഈശ്വര, ഇത്രയും വില കൂടിയ കാറും വസ്ത്രങ്ങളും ഒന്നും കിട്ടിയില്ലെങ്കിലും ചെറിയൊരു കാറും അല്പം ഭംഗിയുള്ള വസ്ത്രങ്ങളും ഒക്കെ കിട്ടിയിരുന്നെങ്കിൽ കുറച്ചു നേരം സ്വന്തം കാറിൽ വില കൂടിയ വസ്ത്രങ്ങൾ ധരിച്ച് യാത്ര ചെയ്യുന്നതും എല്ലാവരുടെയും മുൻപിൽ ഒന്ന് ഞെളിഞ്ഞു നടക്കുന്നതും ഭാവനയിൽ കണ്ടു. പെട്ടെന്ന് സ്ഥലകാല ബോധം വന്നു. ചുറ്റിനും നോക്കി, ദൈവമേ, ഞാൻ ഐസ്ക്രീം പാർലറിലാണല്ലോ ഇരിക്കുന്നത്. ഐസ്ക്രീം എവിടെ? അത് കഴിച്ചു കഴിഞ്ഞിരുന്നു. പക്ഷേ ഒരു സ്പൂൺ പോലും രുചിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. ഒരു സ്പൂൺ പോലും രുചിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. ഇതുപോലെയാണ് പലരും. കഴിഞ്ഞ കാലത്തെ കുറിച്ചുള്ള അർത്ഥശൂന്യമായ ചിന്തയിലും വരാനിരിക്കുന്നതിനെ കുറിച്ചുള്ള ആകാംക്ഷയിലും ഈ നിമിഷത്തിന്റെ സുഖവും സന്തോഷവും എല്ലാം അവർക്ക് നഷ്ടപ്പെടുന്നു. ഒരു കുഞ്ഞിനെ നോക്കുക, അതെപ്പോഴും ഈ നിമിഷത്തിൽ ജീവിക്കുന്നു. അതിനടുത്ത നിമിഷമില്ല, കഴിഞ്ഞുപോയ നിമിഷങ്ങളുമില്ല, ഭൂതകാലവും ഭാവിയുമില്ല. ഈ നിമിഷം മാത്രം. അതാണ് കുഞ്ഞിന്റെ സൗന്ദര്യത്തിന്റെയും ആകർഷണത്തിന്റെയും നിഷ്കളങ്കതയുടെയും രഹസ്യം. ആ നിഷ്കളങ്ക ഭാവം നമുക്കൊരിക്കലും പൂർണ്ണമായി നഷ്ടമാകുന്നില്ല. കാരണം അത് നമ്മുടെ സ്വരൂപമാണ്. അതൊരിക്കലും ഇല്ലാതാകില്ല. മനസ്സിന്റെ അടിത്തട്ടിൽ അതെപ്പോഴും മറഞ്ഞു കിടക്കുന്നുണ്ട്. കണ്ണാടിയിൽ പൊടിപടലം പിടിച്ചാൽ പ്രതിച്ഛായ കാണാൻ കഴിയാത്തതുപോലെ നിഷ്കളങ്കതയാകുന്ന കണ്ണാടി പൊടി പിടിച്ച് കിടക്കുകയാണ്. അത് തുടച്ചു മാറ്റണം. അതിനാണ് ആത്മീയ സാധനകൾ, അതിനാണ് നാമജപം, അതിനാണ് ഹോമം, അതിനാണ് പൂജാദികൾ. ഇത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് മുതിർന്നവരുടെ കടമയും കർത്തവ്യവുമാകണം. അതുകൊണ്ടാണ് അമ്മ അങ്ങനെ എഴുതിയത്. ക്രൈസ്തവർ കുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മുസ്ലിം കുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഹിന്ദു കുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അവരുടെ കാര്യം കഷ്ടത്തിലാവും. നമ്മളാരും ചിരഞ്ജീവികളല്ല. അതുകൊണ്ടാണ് ഹൈന്ദവ കർമ്മങ്ങളിൽ പോലും മുസ്ലിങ്ങളും ക്രൈസ്തവരും
ഒരു കുറവും പറയാതെ ആ മഹത്തായ സാധനയിൽ ലയിച്ചിരിക്കുന്നത്. ഈശ്വരീയമായ ധർമ്മത്തിന് അങ്ങനെ ഒരു മഹത്വമുണ്ടെന്ന് നമ്മൾ അറിയണം. അമ്മ എഴുതിയ ആ നിഷ്കളങ്കതയാകുന്ന കണ്ണാടി പൊടിപിടച്ച് കിടക്കുന്നു, അത് തുടച്ചു മാറ്റണം. അതിനാണ് ആത്മീയ സാധനകൾ. നിശ്ചയദാർഢ്യത്തോടെ സ്ഥിരമായി ധ്യാന ജപാദികൾ ചെയ്യുമ്പോൾ ചിന്തകൾ അടങ്ങി മനസ്സ് നിശ്ചലമാകും. അപ്പോൾ ആ നിഷ്കളങ്കത നമ്മുടെ ഉള്ളിൽ പൂർണ്ണ ചൈതന്യത്തോടെ എപ്പോഴും ഉണ്ടായിരുന്നെന്നറിയും. അതാണ് നമ്മുടെ യഥാർത്ഥ സ്വരൂപമെന്ന ബോധം നമുക്കുണ്ടാവും. സജീവൻ, അമൃത ഗ്ലാസ്കോ, ആനന്ദമ്മയൊക്കെ എത്തിയിട്ടുണ്ട്. നമസ്കാരം. ഇന്നലെ നമ്മൾ 5 മിനിറ്റിൽ ഒതുക്കിയത് നമ്മുടെ യജ്ഞം നടത്തുന്ന തിരുമേനിമാർ വേദജപത്തിലായിരുന്നത് കൊണ്ടാണ്. ഇപ്പോഴും ആ മഹത്തായ കർമ്മം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കളം വരിക്കുകയും ആ പൂജകളുടെ പ്രാധാന്യം ഈശ്വരീയ ധർമ്മത്തിൽ പാലിച്ചുകൊണ്ട് മലയോർ തിരുമേനി തൃപ്പാദങ്ങളുടെയും അമ്മയുടെയും ഗുരുക്കന്മാരുടെയും ഒക്കെ മുന്നിൽ നമ്മൾ നടത്തുന്ന ഒരു സമർപ്പണം, ഈശ്വരീയ ധർമ്മത്തിൻ്റെ ഒരു വൈശിഷ്ട്യം നിലനിർത്താൻ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത്, നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നമ്മുടെ പൂർവികന്മാരോടും നമുക്ക് അന്നവും ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകിയ ഗുരുക്കന്മാരോടുമുള്ള ഒരു കടപ്പാട് എന്നുള്ള നിലയിലാണ് ഇന്നലെയും മിനിഞ്ഞാന്നും ആ സമയം അമ്മയും പറയുമല്ലോ, ഗുരു കഴിഞ്ഞേ ഉള്ളല്ല, നമ്മുടെ കുടുംബം, നമ്മുടെ ഈശ്വരീയ ധർമ്മം, നമുക്ക് നന്മ നൽകിയ ഗുരുക്കന്മാർ, അവരെയൊക്കെ ഒന്ന് സ്മരിക്കാൻ കിട്ടുന്ന സമയം ഉപയോഗപ്പെടുത്തുന്നത് അടുത്ത തലമുറയ്ക്ക് ഒരു മാതൃകയായിരിക്കാനാണ്. ആ സംസ്കാരത്തിലേക്ക് ചെന്നെത്താനുള്ള ഒരു യാത്രയായി ഈ ആത്മീയ സാധനയെ കാണുമ്പോൾ എന്നും നടത്താനുള്ളത് നമുക്ക് എപ്പോഴും നടത്താം. വല്ലപ്പോഴും വരുന്ന ചില ഈശ്വരീയ കർമ്മങ്ങളെ ആവോളം ആസ്വദിക്കാൻ നമുക്ക് കിട്ടുന്ന അവസരങ്ങളായതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ ആദ്യം ഈശ്വരീയ ധർമ്മത്തിൻ്റെ ആ മഹത്വത്തെക്കുറിച്ച് അറിയിച്ചു കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവണം. അപ്പോൾ ആ നിഷ്കളങ്കത നമ്മുടെ ഉള്ളിൽ പൂർണ്ണ ചൈതന്യത്തോടെ എപ്പോഴും ഉണ്ടായിരുന്നെന്നറിയും. അതാണ് നമ്മുടെ യഥാർത്ഥ സ്വരൂപമെന്ന ബോധം നമുക്കുണ്ടാവും. അടുത്ത അധ്യായം ഈശ്വരൻ ഗ്രാമങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യൻ നഗരങ്ങളെയും എന്ന അധ്യായമാണ്. കേരളത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടിയ ഒരാളുടെ കാര്യം അമ്മ ഓർക്കുകയാണ്. പത്രക്കാർ അയാളോട് ചോദിച്ചു, അങ്ങയുടെ വിജയ രഹസ്യം എന്താണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു പത്രക്കാരോട് 2 വാക്ക്. എന്താണ് ആ 2 വാക്കുകൾ? ശരിയായ തീരുമാനങ്ങൾ. 2 വാക്കാണ്. ശരിയായ ഒരു വാക്ക്, തീരുമാനങ്ങൾ രണ്ടാമത്തത്. എങ്ങനെയാണ് എപ്പോഴും ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിഞ്ഞത്? അതിൻ്റെ മറുപടി ഒരു വാക്ക്. ഒരു വാക്കോ? എന്താണത്? അനുഭവം. പണ്ട് പറയില്ലേ, അനുഭവമാണ് ഏറ്റവും വലിയ ഗുരുനാഥൻ. നമ്മളീ പറയുന്നതൊക്കെ തിയറിയാണ്, അനുഭവം പ്രാക്ടിക്കലാണ്. നമുക്ക് തിയറിക്കെല്ലാം 100-ൽ 100 മാർക്കാണ്, പ്രാക്ടിക്കലിന് 100-ൽ 1 മാർക്ക്. ചെയ്യേണ്ട കാര്യങ്ങൾക്ക് അത് പലപ്പോഴും ഉണ്ടാവില്ല. 2 വട്ടപൂജ്യമാണ് മനുഷ്യൻ. പ്രകൃതി അങ്ങനെയല്ല. പക്ഷിമൃഗാദികളായാലും സസ്യലതാദികളായാലും അവർ പ്രകൃതിയെ മാനിച്ചാണ് ജീവിക്കുന്നത്. സൂര്യചന്ദ്രന്മാരെയും തേജോഗോളങ്ങളെയും വായുവിനെയും വെളിച്ചത്തിനെയും ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എല്ലാം അവർ മാനിക്കും. സൂര്യചന്ദ്രന്മാരെയും തേജോഗോളങ്ങളെയും പ്രപഞ്ചത്തിലെ ശക്തികളെയും മാനിക്കാത്ത ലോകത്തിലെ ഏക ജീവി പ്രിയപ്പെട്ടവരെ മനുഷ്യൻ മാത്രമാണ്. അമ്മ ഇങ്ങനെ എഴുതുമ്പോൾ നമ്മൾ അപഗ്രഥിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നാരായണന്റെ രൂപത്തിൽ നരനെയും നാരായണിയുടെ രൂപത്തിൽ നാരിയെയും ഈശ്വരൻ സൃഷ്ടിച്ചു വെച്ചു. ആ മനുഷ്യനെന്ന് പറയുന്ന ആണും പെണ്ണും മാത്രം ഈ പ്രപഞ്ചത്തിലെ നന്മയെ മാനിച്ചില്ല. അതിൻ്റെ കുറവുകളാണ് പ്രകൃതിയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കി സസ്യജാലങ്ങൾ നോക്കൂ, ജീവജാലങ്ങൾ നോക്കൂ, പട്ടിയെയും പൂച്ചയും കാളയും കോഴിയെയും നോക്കൂ. അവർക്കാർക്കും കോവിഡും കൊറോണയും ഇല്ലല്ലോ. നമ്മൾ ശ്വസിക്കുന്ന വായുവല്ലേ അവരും ശ്വസിക്കുന്നത്. പ്രപഞ്ച നിയമങ്ങളെ ലംഘിച്ച ഏക ജീവി മനുഷ്യൻ മാത്രമാണ്. നിങ്ങൾ നമ്മുടെ ഭാഗവത കുടുംബത്തിലുള്ള ഗുരുദർശനത്തിലുള്ള എല്ലാവർക്കും അറിയാം, 225-ാമത്തെ ദിവസമാണിന്ന്. അമ്മ ഓടിക്കളിച്ച മണ്ണിൽ നവാഹത്തിന് ചെന്നപ്പോൾ അമ്മയെ 3 പ്രാവശ്യം കണ്ടു. അമ്മ പറഞ്ഞു, ആളുകളുണ്ടോ മക്കളെ അവിടെ ആരെങ്കിലും? ഞാൻ പറഞ്ഞു, ആളുകൾ ആരും ഇല്ലെങ്കിലും അമ്മയും ഭഗവതിയും മതി. അമ്മയും ആശ്രമത്തിലിരുന്ന് ഭക്ഷണം കഴിച്ച് 12:30, 1 മണി, 1:30, 2 മണിക്കാണ് ജ്ഞാനാമൃതസ്വാമിയും ബ്രഹ്മചാരിമാരായ കൃഷ്ണപ്രസാദ് സ്വാമിയും ഉണ്ണിസ്വാമിയും ഒക്കെയായി ഞാനവിടെ താമസിച്ചത് പരാശര മുറിയിലാണ്. ഞാൻ സജീവനോട് ഈ അടുത്ത കാലത്ത് പറഞ്ഞു, ഞാൻ ഒരു കാലത്തും മറക്കില്ല. കാരണം വേദവ്യാസന്റെ അച്ഛനായ പരാശരന്റെ മുറിയാണ് എനിക്ക് താമസിക്കാൻ തന്നത്.
ഞങ്ങൾ അവിടെ 1:30 മണി 2 മണി വരെ പറഞ്ഞിരിക്കും. അവർ പറയുന്നത് മുഴുവൻ, അവിടുത്തെ ബ്രഹ്മചാരിമാരും സ്വാമിജിമാരും പറയുന്നത് മുഴുവൻ അമ്മയുടെ ബാല്യകാലം മുതലുള്ള കാര്യങ്ങളാണ്. നമ്മൾ പുരാണങ്ങളിലെ ഇതിഹാസങ്ങളിലൊക്കെ വായിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ഈശ്വരീയമായ ധർമ്മത്തിന്റെ പാരമ്പര്യത്തിൽ പരീക്ഷിക്കാൻ വന്ന ബിരുദാനന്തര ബിരുദധാരികൾ അമ്മയുടെ ശിഷ്യന്മാരായി മാറി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ പൂജയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന, എന്നോട് സ്വകാര്യമായി പറഞ്ഞതാണ്, വാത്തികുളം വെള്ളായണി ഇല്ലത്തെ ശ്രീകുമാർ തിരുമേനി എന്നോട് പറഞ്ഞു, സുനിലെ, ഞാനും പണ്ട് എല്ലാ ദിവസവും പോകുമായിരുന്നു, വീട്ടിൽ വലിയ പ്രശ്നമായതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ഞാൻ അവിടെ കാണാൻ നിന്നുപോയനേമെന്ന് സൂചിപ്പിച്ചു അദ്ദേഹം. ഞാൻ പറഞ്ഞു, ഞാനും അങ്ങനെയാണ് തിരുമേനി. ഞാൻ എൻ്റെ അമ്മയുടെ അമ്മാവിൻ്റെ മകൻ ഇടത്തിട്ട രാമേന്ദ്രകുറുപ്പ് എന്ന് പറയുന്ന വലിയൊരു പ്രമാണിയായ, അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം അമ്മയുടെ ശിഷ്യന്മാരെ ഭജനയ്ക്ക് വിളിക്കാൻ, ഇവിടെ അഗ്രികൾച്ചർ ജോലിയുള്ള എൻ്റെ വീട്ടിൽ നിന്ന് 2 മിനിറ്റ് വടക്കോട്ട് നടന്നാൽ ബാലകൃഷ്ണപിള്ള സാർ എന്ന് പറഞ്ഞൊരു സാറുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അമ്മയുടെ ബ്രഹ്മചാരിമാരെ അന്ന് ഭജന എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ആഘോഷമാണ്. എന്നെ വിളിക്കാൻ വിട്ടു. ഞാൻ അടുത്ത ദിവസം പോയി, 2ാമത്തെ ദിവസം പോയി, 3ാമത്തെ ദിവസം പോയി. അമ്മയ്ക്ക് വിരോധമായിരുന്നു. കള്ളുഷാപ്പിൽ പോയാൽ യാതൊരു വിരോധവും ഇല്ല. മദ്യപിച്ച് റോഡിൽ കിടന്നാൽ ഒരമ്മയ്ക്കും വിരോധമില്ല. ഞാൻ നമ്മുടെ വേദികളിലെല്ലാം പറയുമായിരുന്നു, നാമം ജപിക്കാൻ പോയാൽ, സത്സംഗത്തിന് പോയാൽ പുരാണങ്ങളിൽ വായിച്ചിട്ടുള്ള ഗുരുക്കന്മാരെ നമ്മൾ അനുഭവിച്ചിട്ടില്ല. നേരത്തെ ഇപ്പൊ അമ്മ പറഞ്ഞ പോലെ അനുഭവിച്ചിട്ടില്ല. ആ അനുഭവം ഒന്ന് പങ്കിടാൻ പോയാൽ സന്യാസിയായി പോകും. എത്രയോ പരമസത്യം. നമ്മളും 1 മണി വരെ സംസാരിക്കാറുണ്ടെന്ന് സജീവൻ പറയുകയാണ്. സജീവന്റെ മകന് പേരിട്ടത് അമൃതരാജ് എന്ന് പേരിട്ടത് അമ്മയാണ്. എന്താ സജീവൻ സ്ക്രീനിൽ എഴുതിയത് നിങ്ങളൊന്ന് വായിക്കൂ. നമ്മളും രാത്രി 1 മണി വരെ സംസാരിക്കാറുണ്ടെന്നാണ്. ഒരു ദിവസം ഈ നമ്മുടെ ഗുരുപൂജയും കഴിഞ്ഞ് നിങ്ങളെ പ്രേക്ഷകർ സജീവൻ എഴുതിയത് വായിച്ചാൽ മതി, ഞാൻ കള്ളം പറയുകയല്ല. 11:30 മണിക്ക് സജീവൻ ഫോൺ വിളിക്കാൻ തുടങ്ങി. 1:15 മണിക്കാണ് സജീവൻ ഫോൺ നിർത്തുന്നത്. ഞാൻ പറഞ്ഞു, സജീവ അപ്പാജി നമുക്ക് നാളെ കാണാം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ കിടക്കുമ്പോഴും രാവിലെ 4:30 മണിക്ക് അല്ലെങ്കിൽ 5 മണിക്ക് നമ്മളെ ഉണർത്തേണ്ടുന്ന ഒരു ശക്തി അകത്തുണ്ടെന്ന് ധരിക്കാത്തവൻ ഭൂമിയിൽ ജീവിക്കാൻ യോഗ്യനല്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് അമ്മ ആ പത്രപ്രവർത്തകൻ ചോദിച്ചപ്പോൾ 2 വാക്കുകളും 1 വാക്കുമാണ് എൻ്റെ വിജയത്തിന് അടിസ്ഥാനം. 1 ശരിയായ തീരുമാനങ്ങൾ എന്ന 2 വാക്ക്, 2 അനുഭവം. ആ അനുഭവമാണ് ഏറ്റവും വലിയ ഗുരു. അത് പാലിക്കാൻ കഴിയുക. അല്ലാതെ വെറുതെ നമ്മളിങ്ങനെ ജീവിച്ച് ആരും അറിയാതെ അങ്ങ് പോകുന്നതിനേക്കാൾ എന്തെങ്കിലും ഒരു റിമാർക്ക് ഈ ലോകത്തിന് നൽകണം. നമ്മുടെ വീട്ടിൽ നിന്ന് 22 കിലോമീറ്ററേ ഉള്ളൂ മാക്സിമം അമ്മയുടെ ആശ്രമത്തിലേക്ക്. ഓച്ചിറയിലേക്ക് 12 കിലോമീറ്ററാണ്. അവിടുന്ന് പിന്നെ 8-9 കിലോമീറ്ററേ ഉള്ളൂ. നമുക്ക് അരമണിക്കൂർ കൊണ്ട് യാത്ര ചെയ്യാവുന്ന ഒരു സ്ഥലം. ആ ലോകം മുഴുവൻ ഇന്ന് അവിടെ വന്ന് നിൽക്കുകയല്ലേ. ഒരു ഗവൺമെന്റിന് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ അമ്മ ലോകത്തിന് ചെയ്തില്ലേ. ആ നന്മയെ നമ്മൾ നോക്കിയാൽ മതി. അല്ലാതെ ക്ഷീരമുള്ളവർ അകടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകമെന്ന് പറയുന്നത് പോലെ എന്തിനാണ് നമ്മൾ അതിൽ കുറവുകൾ കാണുന്നത്? കുറവുകളില്ലാത്ത പ്രകൃതിയിലും കുറവുകൾ ധാരാളമുണ്ട്. നന്മയെ നമ്മൾ സ്വീകരിക്കുക. മള്ളിയൂർ തിരുമേനി തൃപ്പാദങ്ങൾ പറയുമായിരുന്നു, ചന്ദ്രൻ ലോകത്തിന് മുഴുവൻ 9,15,00,000 മുകളിൽ നിന്നുകൊണ്ട് പ്രകാശം നൽകുന്ന തേജോഗോളമാണ്. അതിനുമുണ്ടൊരു കളങ്കം. അവിടെ ഒരു കറുപ്പുണ്ട്. എന്താണ് നിങ്ങൾ കറുപ്പിനെ കാണുന്നത്? താമര നിൽക്കുന്നത് ചെളിയിലാണ്. താമര പൂവിൽ ചെളിയില്ലല്ലോ. താമര എടുക്കാൻ പോകുമ്പോ കാലേ ചെളി പറ്റിയെന്നിരിക്കും. കാലയിൽ ചെളിയുള്ളവൻ പോകുന്നു എന്ന് പറയാതെ താമര കയ്യിലിരിക്കുന്നവൻ പോകുന്നു എന്ന് പറഞ്ഞൂടെ? താമര അയാൾ എവിടെയെങ്കിലും കൊണ്ടുപോയി കൊടുത്താൽ അയാളുടെ കാലയിലുള്ള ചെളി അയാൾ കയ്യിൽ കളയട്ടെ. അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്ന ഒരു തലമുറ നമുക്കുണ്ടാവണം. കലിയുഗത്തിൽ വലിയ പ്രയാസമാണ്. എന്തെല്ലാം നമ്മൾ വേദാന്തവും ആധ്യാത്മികവും പറഞ്ഞാലും നമ്മുടെയൊക്കെ അടുത്ത തലമുറ വളരുന്നത് ആധുനിക സമൂഹത്തിലാണ്. നമ്മൾ വർഷങ്ങൾ കഴിഞ്ഞാണ് ഫോൺ കണ്ടത്. നമ്മൾ വർഷങ്ങൾ കഴിഞ്ഞാണ് പുതിയ പുതിയ ആധുനിക സംവിധാനങ്ങൾ കണ്ടത്. ഇന്ന് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കുഞ്ഞ് മൊബൈൽ ഫോണിൽ അമ്മയോട് സംസാരിച്ചുകൊണ്ടാണ് വരുന്നതെന്ന് നമ്മൾ മറക്കരുത്. എങ്ങും പോയി പഠിച്ചിട്ടുള്ളതല്ലെങ്കിലും ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന 25 വയസ്സുള്ള ഒരു കുട്ടിയേക്കാൾ കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യാൻ 4 വയസ്സുള്ള ഒരു കുഞ്ഞിന് കഴിയുന്നുവെങ്കിൽ ആ 4 വയസ്സിൽ ആ കുഞ്ഞ് അത് എവിടെ നിന്ന് അറിഞ്ഞിച്ചാണ് പ്രിയപ്പെട്ടവരെ? അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്നുകൊണ്ട് പ്രഹ്ലാദൻ നാമം കേട്ടതിന്റെ ചരിതമാണ് ഇന്ന് ഈ വേദിയിൽ ഇരുന്നു കൊണ്ട് തൃശൂർ ഡയറ്റിലെ പ്രിൻസിപ്പളായി റിട്ടയർ ചെയ്ത ഇടപ്പാൾ ബാബു തിരുമേനി വ്യാഖ്യാനിച്ചു. ഒരു കുട്ടി വരാതെ അത് വായിക്കില്ല എന്ന് നമ്മൾ ശാഠ്യം പിടിച്ച വേദികൾ ഉണ്ടായിരുന്നു. അപ്പുറത്തെ വീട്ടിൽ നിന്ന് ശംഭു എന്ന ആൺകുട്ടിയെയും കൊണ്ട് അതിൻ്റെ അമ്മ കവിത ഇവിടെ എത്തുകയാണ്. ഞാൻ 1.5 മണിക്കൂർ അദ്ദേഹം പറഞ്ഞത് തിരുമേനിമാർ നിവേദ്യം കൊടുക്കുമ്പോഴും പൂജ നടത്തുമ്പോഴും ഒറ്റ നിൽപ്പിന് തൊഴുതുകൊണ്ട് നിന്നുകൊണ്ട് ഞാൻ കേട്ടു. എനിക്കത് ഇഷ്ടമാണ്. നിന്നുകൊണ്ടൊരു ശ്രോതാവാകാൻ സാധിക്കണം. ആദ്യം മള്ളിയൂർ തിരുമേനി ഒരിക്കൽ എന്നോട് പറഞ്ഞു,
അമ്മയുടെ സത്സംഗത്തിൽ മുന്നിൽ പോയിരുന്ന നാമം ജപിക്കുമ്പോൾ, അമ്മ പറയുന്നത് കേൾക്കുമ്പോൾ, നമ്മൾ പറയുന്നത് മറ്റൊരാൾ കേൾക്കണമെങ്കിൽ വേറൊരാൾ പറയുന്നത് നമ്മളും കേൾക്കണം. ഇതൊന്നും വൺവേ ട്രാഫിക് ആവരുത്. മള്ളിയൂർ തിരുമേനിയോട് ഒരു പത്രപ്രവർത്തകൻ വന്ന് മള്ളിയൂരിൽ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, തിരുമേനി ഭാഗവതം കാണാപ്പാടമായ അങ്ങ് ശ്രോതാവായിരിക്കുന്നു. തിരുമേനിയുടെ മറുപടി കേൾക്കാൻ ഞങ്ങൾ കാതോർത്തിരുന്നു. തിരുമേനി പറഞ്ഞത്, നമ്മൾ പറഞ്ഞത് ഒരുപാട് പേർ കേട്ടില്ലേ, നമുക്കും കേൾക്കണ്ടേ? നമ്മൾ പറയുന്നത് നമ്മുടെ ചെവി കൂടെ കേൾക്കാം, അതിന് വേറെ ആരുടെയും സഹായം വേണ്ട. പക്ഷേ വേറൊരാൾ പറയുന്നത് കേൾക്കാനുള്ള മനസ്സ് നമുക്കുണ്ടെങ്കിലേ നമ്മൾ പറയുന്നത് ഈശ്വരൻ കേൾക്കൂ. നമ്മൾ ഒരാളിനോട് എങ്ങനെയാണോ പെരുമാറുന്നത് അതേപോലെ ആയിരിക്കും ഈശ്വരൻ നമ്മളോട് പെരുമാറുന്നത് എന്ന് മറക്കരുതെന്നായിരുന്നു പറഞ്ഞത്. അതുകൊണ്ടാണ് മള്ളിയൂർ തിരുമേനി തൃപ്പാദങ്ങളും ഓട്ടൂർ ഉണ്ണി നമ്പൂതിരിപ്പാടും പറഞ്ഞത്, അമ്മയെ നിങ്ങൾ സ്ത്രീ എന്ന ശരീരത്തിൽ കാണരുത്. ദുർഗാദേവിയായി, ലക്ഷ്മി ദേവിയായി, സരസ്വതി ദേവിയായി ഒരു വിഗ്രഹത്തിൽ പ്രാർത്ഥിക്കുന്നതിന് അർത്ഥമുണ്ടെങ്കിൽ ഒരു സ്ത്രീയെ നിങ്ങൾക്ക് ദേവിയായി ആരാധിക്കുന്നതിൽ എന്താണ് ദോഷമെന്ന് ചോദിച്ചത് സാധാരണക്കാരല്ല, ശ്രീകൃഷ്ണ സ്വരൂപത്തെ തിരിച്ചറിഞ്ഞ രണ്ട് തിരുമേനിമാർ. ഒന്ന് മള്ളിയൂർ തിരുമേനി തൃപ്പാദങ്ങൾ, രണ്ടാമത്തത് ഓട്ടൂർ ഉണ്ണി നമ്പൂതിരിപ്പാട് തൃപ്പാദങ്ങൾ. ഓട്ടൂർ ഉണ്ണി നമ്പൂതിരിപ്പാട് തൃപ്പാദങ്ങൾ അമ്മയുടെ അടുത്ത് എത്തിയതിനെ കുറിച്ച് ഒരു ദിവസം ആശ്രമത്തിൽ ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മാതൃവാണിയുടെ ചുമതലയുള്ള ജ്ഞാനാമൃതാനന്ദ സ്വാമിജി എന്നോട് പറഞ്ഞത് 3 മണിക്കൂറാണ്. ദൈവത്തിനാണ്, അമ്മയാണ് സത്യമാണ്. ഞാൻ കുട്ടികൾ കേൾക്കുന്നവർ 3 മണിക്കൂറാണ് പറഞ്ഞത്. സുനിലെ, ഞാൻ 12 ബിരുദാനന്തര ബിരുദമൊക്കെ കഴിഞ്ഞ് അമ്മയെ പറ്റി പറയുന്നത് കേട്ടൊന്ന് പരീക്ഷിക്കാൻ വന്നതാണ്. പക്ഷേ ഓട്ടൂർ ഉണ്ണി നമ്പൂതിരിപ്പാട് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സറണ്ടർ ചെയ്തു. കാരണം പറഞ്ഞത് ഓട്ടൂരാണ്. ഓട്ടൂർ ഗുരുവായൂരപ്പൻ ദർശനമുണ്ടായ ആളാണ്. പിന്നെയോ 90 വയസ്സിനുള്ളിൽ 2500 ഭാഗവത സപ്താഹ യജ്ഞങ്ങൾ ചെയ്ത കലിയുഗ പൂന്താനം എന്ന് ലോകം വാഴ്ത്തിയ മഹാത്മാവാണ് മള്ളിയൂർ തിരുമേനി തൃപ്പാദങ്ങൾ. അദ്ദേഹമാണ് കോട്ടയത്തെ വലിയ 1.5 ലക്ഷം പേർ പങ്കെടുത്ത ഒരു യോഗത്തിൽ പറഞ്ഞത്. നമ്മൾ നമ്മുടെ ഗ്രൂപ്പിലിടാറുണ്ട്, ഈ അമ്മയെ നിങ്ങൾ ഒരു സ്ത്രീയായി കാണരുത്. നിങ്ങൾക്കൊരു വിഗ്രഹത്തിൽ പ്രാർത്ഥിക്കുന്നതിന് അർത്ഥമുണ്ടെങ്കിൽ ഈ ഇരിക്കുന്നത് സാധാരണ സ്ത്രീയല്ല, ദേവി മാഹാത്മ്യത്തിൽ പറയുന്ന ദേവിയായി നിങ്ങൾ ആരാധിച്ചോളൂ. പരമസത്യമാണ്. ഒരു സ്ത്രീയെ ആരാധിക്കുകയും ആദരിക്കുകയും ചെയ്ത ഏക രാജ്യം ഭാരതമാണ് പ്രിയപ്പെട്ടത്. 4 വയസ്സുള്ള പെൺകുട്ടിയും നമുക്ക് മാളികപ്പുറത്തമ്മയാണ്. 90 വയസ്സുള്ള അമ്മൂമ്മയും നമുക്ക് മാളികപ്പുറത്തമ്മയാണ്. നമ്മുടെ സംസ്കാരം നമുക്കൊരു സ്ത്രീ ഭാര്യ, മറ്റുള്ളവരെല്ലാം അമ്മമാർ. വിദേശിയുടെയോ ഒരു സ്ത്രീ അമ്മ, മറ്റുള്ളവരെല്ലാം ഭാര്യമാർ. നമ്മുടെ സംസ്കാരം അതല്ല. നമ്മുടെ സംസ്കാരം ഈശ്വരീയമായി നിലനിർത്തി. നിങ്ങളൊന്ന് നോക്കൂ, ആരോഗ്യത്തിന്റെ ദേവി ദുർഗാദേവി, സമ്പത്തിന്റെ ദേവി മഹാലക്ഷ്മി ദേവി, വിദ്യയുടെ ദേവി സരസ്വതി ദേവി. അവരോടൊപ്പമാണ് 3 ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ. ബ്രഹ്മാവിനോടൊപ്പം സരസ്വതി, മഹാവിഷ്ണുവിനോടൊപ്പം മഹാലക്ഷ്മി, മഹാദേവനോടൊപ്പം ദുർഗാ പാർവതി ദേവി. ഇതിനപ്പുറത്തൊരു സംസ്കാരം ലോകത്തുണ്ടോ? അമ്മേ 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 എന്ന് ഉറക്ക വിളിച്ച് ഈശ്വരീയമായ സംസ്കാരത്തിന്റെ മഹത്വം. അമ്മ പേരിട്ടു, അന്നപ്രാശം നടത്തി, ആദ്യാക്ഷരം എഴുതിച്ച അമ്മ പറഞ്ഞതനുസരിച്ച് ഇപ്പോൾ അമൃത ആയുർവേദ കോളേജിൽ പഠിക്കുന്നു. അമൃതരാജ് എന്നാണ് സജീവൻ അമൃത ഗ്ലാസ്കോ എഴുതിയിരിക്കുന്നത്. ഞാനും സജീവനും കൂടെ എറണാകുളത്ത് നിന്ന് വെളുപ്പിനെ 4 മണിക്ക് പാലക്കാട്ട് എത്തിയതുപോലെ ഒരു യാത്രയുണ്ടായിരുന്നു. സജീവൻ അറിയാം, അവിടെ വരെ പാലക്കാട്ടെ ആ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം വരെ സജീവൻ രാത്രി പറഞ്ഞുകൊണ്ടിരുന്നത് അമ്മയുടെ കാര്യമായിരുന്നു. നമ്മൾ ഇങ്ങനെ ഒരു ചടങ്ങ് ഗുരുദർശനത്തിൽ ലൈവിൽ പറയാനുള്ള ഏക കാരണം മള്ളിയൂർ തിരുമേനി തൃപ്പാദങ്ങൾ പറഞ്ഞ ആ വാക്കും സജീവന്റെ പ്രേരണയുമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാനിതാ ഇപ്പോൾ സൂചിപ്പിച്ചത്, ഇപ്പൊ പൂജയായിരുന്നെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ 5 മിനിറ്റുള്ളത് പൂർത്തീകരിക്കും. കാരണം പൂജയെയും ഹോമത്തെയും ക്ഷേത്രത്തെയും ആരാധിക്കണം, നാമം ജപിക്കണമെന്ന് ലോകത്തോട് പറയുന്ന അമ്മയാണ് അമ്മ അമൃതാനന്ദമയി ദേവി. അവരല്ല നമ്മുടെ ഗുരുക്കന്മാരെങ്കിൽ പിന്നെ നമുക്ക് ആരാണ് ഗുരുക്കന്മാർ? ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ഹനുമാൻ സ്വാമിയുടെ ഒരു പോളിസി ഉണ്ട്, നമ്മളത് പാലിക്കണം. രാമന്റെ ബന്ധുക്കളൊക്കെ എൻ്റെ ബന്ധുക്കൾ, രാമന്റെ ശത്രുക്കളൊക്കെ എൻ്റെ ശത്രുക്കൾ. അപ്പൊ പിന്നെ നമുക്ക് കൂടുതൽ ചിന്തിക്കണ്ട. ഈശ്വര വിശ്വാസികൾ, ഭാരതത്തിന്റെ സംസ്കാരത്തെ മാനിക്കുന്നവർ നമ്മുടെ ബന്ധുക്കൾ. അല്ലാത്തവർ ശത്രുതയൊന്നും നമുക്കില്ലെങ്കിലും അവർ നമ്മൾ കൂട്ടുകൂടിയിട്ട് നമുക്കെന്ത് ഗുണമാണ്? നമ്മുടെ സംസ്കാരം നിലനിൽക്കണം. അതിനുള്ള പ്രേരക ശക്തിയായി ആ ഓരോ കാര്യങ്ങളും മാറണം. ഞാനും നമ്മുടെ സജീവനും കൂടി നവരാത്രി കാലത്ത് നേരെ
കാലടി തിരുമേനിയുടെ ബാലരാമപുരത്തുള്ള വീട്ടിൽ പോകാനിരുന്നാണ് ഒരു ദിവസം അദ്ദേഹം അവിടെ ദേവി മഹാത്മ്യം പറയുന്നത്. പക്ഷേ നമ്മുടെ ലൈവിൽ എന്നാ പിന്നെ ദേവി ഭാഗവതം വായിച്ചുകൂടായോ എന്ന് ചോദിച്ചപ്പോൾ ശരി എന്നാ അങ്ങനെ ആകാമെന്ന് ഞങ്ങൾ ചിന്തിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് എന്നാൽ ഏകാദശിക്ക് ഭാഗവതവും കൂടി ആകാം. അത് മലയാള തിരുമേനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അദ്ദേഹം കൊണ്ടു നടന്ന സംസ്കൃതം മൂലം ഭാഗവതം അദ്ദേഹത്തെ കേൾപ്പിക്കുന്ന നിലയിൽ ശ്രീകൃഷ്ണ ഭഗവാന് കേൾക്കാൻ നമുക്കൊരു മഹാസങ്കല്പം നടത്തിയാലോ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ വാത്തികുളം വെള്ളായണി ഇല്ലത്തെ ശ്രീകുമാർ തിരുമേനിയോടും അദ്ദേഹത്തിന്റെ സഹോദരൻ ഹരികുമാർ തിരുമേനിയോടും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നമുക്ക് ചെയ്യാം. നമുക്കത് നടത്താമെന്ന് പറഞ്ഞപ്പോൾ അതിൽ രണ്ടെന്നുള്ള ഭാവമില്ല. ഒരു തറവാട്, ഒരു കാരായ്മ ക്ഷേത്രം പോലെ ഇല്ലത്തോട് ചേർന്ന് വാത്തികുളങ്ങര ദേവീക്ഷേത്രം എന്ന് വെച്ചാൽ കരക്ഷേത്രമാണ്. അവിടെ രാവിലെ കയറി ആ കർമ്മങ്ങൾ ചെയ്യുന്നതിൽ ആ തിരുമേനി നമ്മുടെ വീട്ടിൽ 35 വർഷമായി മഹാഗണപതി ഹോമം നടത്തുക. ആ കർമ്മവുമായി ബന്ധപ്പെട്ട് നമ്മൾ എത്രയോ സ്ഥലങ്ങളിൽ 2003 മുതൽ 2020 വരെ കൊണ്ടു നടന്ന തിരുമേനിയെയും ആ വിഗ്രഹങ്ങളെയും നമ്മൾ അവിടെ വെച്ച് അവർക്കൊരു നിവേദ്യവും ഒരു പൂജയും ഒരു പാരായണം എന്നൊക്കെ പറയുന്നത് കോവിഡ് കൊറോണ കാലത്ത് ഒരു നവരാത്രിക്ക് പോലും ഒരു അമ്പലത്തിൽ നമുക്ക് കുടുംബസഹിതം പോയി ചെന്ന് തൊഴാനുള്ള സ്വാതന്ത്ര്യമില്ലാത്ത കാലമാണ്. അക്ഷയശ്യാമൊക്കെ കേൾക്കാൻ ഞാൻ പറയുകയാണ്. നിങ്ങൾക്കൊക്കെ ഈ ബാല്യകാലത്തിലെ ഇങ്ങനെ ഒരു കൊറോണ അനുഭവിക്കാൻ സാധിച്ചു. നമുക്കൊക്കെ 59 വയസ്സ് കഴിയാൻ പോകുന്നു. നമുക്ക് ഇങ്ങനെ ഒരു നവരാത്രി ഇതുവരെ ഉണ്ടായിട്ടില്ല. നമുക്ക് നവരാത്രിയിൽ ആ 9 ദിവസം രാപ്പകൽ വ്യത്യാസമില്ലാതെ നവാഹങ്ങൾ നടത്തിയ ആ ഒരു ഓർമ്മ നമ്മുടെ മനസ്സിൽ നിൽക്കുമ്പോൾ തുരുമ്പ് പിടിച്ച നല്ല പിച്ചാത്തി പോലെ ഒരു വർഷം കഴിഞ്ഞൊരു പ്രൈസ് കിട്ടിയ പിച്ചാത്തി എടുത്ത് ഒരു കുട്ടി നല്ല കടലാസിൽ പൊതിഞ്ഞ് ഷെൽഫിലും കൊണ്ടുവച്ചു. ഒരു കുട്ടി അത് അമ്മയ്ക്ക് കറിക്കരിയാനും കൊടുത്തു. അടുത്ത വർഷം വിളിച്ചിട്ട് 2 കത്തിയും കൂടെ ചോദിച്ചപ്പോ ഇല്ലേ പൊതിഞ്ഞു വെച്ചതെല്ലാം കൂടെ തുരുമ്പ് പിടിച്ച് എറിയുകയും ചെയ്തു. മറ്റേ തേഞ്ഞ് റാ പോലായതടാ മോനെ സൂക്ഷിച്ചടാ വിരലങ്ങറ്റു പോവും എന്ന് പറയുന്ന അവസ്ഥയുമായി നമ്മളിതൊക്കെ ഉപയോഗപ്പെടുത്താതിരുന്നാൽ നമ്മുടെ മനസ്സും മസ്തിഷ്കവും തുരുമ്പ് പിടിക്കും. മസ്തിഷ്കം തുരുമ്പ് പിടിച്ചാൽ അതിന് വേറെ മരുന്ന് വെച്ച് ചെയ്യാം. പക്ഷെ മനസ്സ് തുരുമ്പ് പിടിക്കുന്നതിന് ഇതുവരെ ഒരു മരുന്നും ഒരു ഡോക്ടറും കണ്ടുപിടിച്ചിട്ടില്ല. ആ മനസ്സെന്ന് പറയുന്ന ഒരു അവയവം ശരീരത്തിലില്ല. അത് ക്ലീൻ ചെയ്യാനാണ് അമ്മയുടെ സത്സംഗമെന്ന് മാത്രം ഈ 9:30 മണിക്ക് ഇപ്പോഴും ഈ ലൈവ് പ്രതീക്ഷിച്ചെത്തിയ കൊല്ലത്തെ രാധാകൃഷ്ണൻ വാസേൻ സാറായാലും ബിന്ദു ചേച്ചി ആയാലും വീണയായാലും കുണ്ടറയിലെ മധുച്ചേട്ടനും ജയശ്രീ ടീച്ചറും പ്രസന്ന ടീച്ചറും ഒക്കെ അതിലാ വന്നത്. നമ്മുടെ ഉഷാകുമാരി ചേച്ചി ശ്രീകാര്യവും ഒക്കെ വന്നത് ഇന്നിനി ഉണ്ടാവുമോ ഇല്ലയോ എന്ന് ആർക്കറിയാം എന്ന ചിന്തയിലാണ്. നിങ്ങളെല്ലാവരും ആ ഗുരുത്വത്തെ ഐശ്വര്യ സങ്കല്പത്തെ ഈ മഹായാഗം അമ്മയുടെ മക്കളോടും അമ്മയുടെ ശിഷ്യന്മാരോടും അമ്മയുടെ കുടുംബാംഗങ്ങളോടും ഒക്കെ ഞാൻ പറയുകയാണ്. ആദ്യമായി ഈ ഭാഗത്ത് നടക്കുന്ന ഒരു മൂലം ഭാഗവത യജ്ഞം എന്ന നിലയിൽ അത് മംഗളകരമായി നവംബർ മാസം 2-ാം തീയതി പൂർത്തീകരിക്കാൻ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. ആദിദേവും വിദ്യാസ്തുതികളും ഒക്കെ തിരുവനന്തപുരത്തുണ്ട്. അവരെല്ലാം കണ്ടു. ഞാൻ എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഉണ്ടാവണം. അമ്മയുടെ ഈ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിൽ അങ്ങനെയുള്ള ചില വിഷയങ്ങൾ വന്നത് ഈശ്വരീയ സങ്കല്പത്തിന്റെ ഒരു വൈശിഷ്ട്യമായി നിങ്ങൾ കാണണം. ഒരു വാക്കോ എന്താണത്? അനുഭവം. എങ്ങനെയാ അനുഭവ സമ്പത്ത് നേടി? 2 വാക്ക്. അതെന്താണ്? തെറ്റായ തീരുമാനങ്ങൾ. അയാൾ പറഞ്ഞു നിർത്തി. അപ്പൊ ആദ്യത്തേത് ശരിയായ തീരുമാനങ്ങൾ, രണ്ടാമത്തെ ഒരു വാക്ക് അനുഭവം, മൂന്നാമത്തെ 2 വാക്ക് തെറ്റായ തീരുമാനങ്ങൾ. ദൈവത്തിന്റെ സ്വന്തം നാട് എന്നാണ് നാം കേരളത്തെ വിളിക്കാറുള്ളത്. കേരളം സുന്ദരമാണ്. മലകളും കാടുകളും പുഴകളും എങ്ങും നിറഞ്ഞ പച്ചപ്പുകളും കേരളത്തെ മനോഹരമാക്കുന്നു. എന്നാൽ ഇന്ന് നാം നോക്കി നോക്കി നിൽക്കെ കേരളത്തിന്റെ സുന്ദര മുഖം വികൃതമായി വരുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. നമ്മുടെ തെറ്റായ തീരുമാനങ്ങളും നമ്മുടെ തെറ്റായ പ്രവൃത്തികളും ഇന്ന് നമുക്ക് തിക്ത ഫലങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നു. അനുഭവങ്ങളിൽ നിന്നും പാഠങ്ങൾ പഠിച്ച് ശരിയായ തീരുമാനത്തിലേക്കും ശരിയായ പ്രവൃത്തിയിലേക്കും കേരളീയർ തിരിച്ചു വന്നില്ലെങ്കിൽ ശ്രദ്ധിക്കണം. അമ്മ പറയുന്നത് ഭൂമിയിലെ ഈ സ്വർഗം താമസിയാതെ ഭൂമിയിലെ നരകമായി മാറും. പറയാറുണ്ട്, ഈശ്വരൻ സൃഷ്ടിച്ചതാണ് ഗ്രാമങ്ങൾ, നഗരങ്ങളാവട്ടെ മനുഷ്യൻ സൃഷ്ടിച്ചതും. ഈശ്വര സൃഷ്ടിയിൽ എല്ലാറ്റിനും ഒരു ക്രമമുണ്ട്, സ്ഥാനമുണ്ട്. കാടിനും പുഴയ്ക്കും മലയ്ക്കുമെല്ലാം ധർമ്മമുണ്ട്. ജീവജാലങ്ങൾക്കെല്ലാം വേണ്ട ആഹാരത്തിനുള്ള വക പ്രകൃതി കരുതിയിട്ടുണ്ട്. പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ വീണ്ടും പ്രയോജനമുള്ളവയാക്കി മാറ്റാനും അങ്ങനെ പരിസ്ഥിതി സംരക്ഷിക്കാനുമുള്ള മാർഗങ്ങൾ പ്രകൃതിയിൽ തന്നെയുണ്ട്. എന്നാൽ മനുഷ്യൻ തന്റെ സ്വാർത്ഥതയ്ക്കായി പ്രകൃതി സമ്പത്തുകളിൽ
ക്രമാതീതമായ മാറ്റമുണ്ടാക്കുമ്പോൾ പ്രകൃതിയുടെ താളം തെറ്റുന്നു. മറക്കരുത്, പ്രകൃതിയുടെ മുഖം വികൃതമാകുന്നു. അതിന്റെ ഫലം പ്രകൃതിയിലെ മറ്റ് ജീവജാലങ്ങളോടൊപ്പം മനുഷ്യനും അനുഭവിക്കേണ്ടി വരുന്നു. ശാസ്ത്രം പുരോഗമിക്കുമ്പോൾ നഗരങ്ങളും ഫാക്ടറികളും ഉണ്ടാകും. ചിലയിടങ്ങളിൽ ജനപ്പെരുപ്പമുണ്ടാകും. മാലിന്യങ്ങൾ കുന്നുകൂടും. എന്നാൽ ആ മാലിന്യങ്ങൾ വേണ്ട പോലെ കൈകാര്യം ചെയ്യാനുള്ള ശാസ്ത്രീയ സംവിധാനങ്ങൾ കണ്ടെത്തുകയും അവ പ്രാവർത്തികമാക്കുകയും വേണം. അല്ലെങ്കിൽ പരിസ്ഥിതി ദുഷിക്കും, രോഗങ്ങൾ പടർന്നു പിടിക്കും. ആശുപത്രികൾ നിർമ്മിച്ചത് കൊണ്ടോ പുതിയ ഔഷധങ്ങൾ കണ്ടെത്തിയത് കൊണ്ടോ മാത്രം ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ല. ഇന്നെല്ലാം മലിനമായി കൊണ്ടിരിക്കുന്നു. വായുവും വെള്ളവും ആഹാര പദാർത്ഥങ്ങളും എല്ലാം രാസവളങ്ങളിൽ നിന്നുണ്ടാകുന്ന വിഷാംശത്തിന് പുറമെ ലാഭത്തിന് വേണ്ടി മനുഷ്യൻ ചേർക്കുന്ന മായവും ആഹാര വസ്തുക്കളെ മലിനവും അപകടകരവുമാക്കി. കാടുകൾ വെട്ടിത്തെളിക്കുന്നതിനാൽ ഭൂമി വരളുന്നു. പുഴകൾ നീർച്ചാലുകളായി തീരുന്നു. ചപ്പുചവറുകളും പഴത്തൊലികളും കുപ്പികളും സിഗരറ്റ് കുറ്റികളും നഗരങ്ങളുടെ അനുഭവങ്ങളിൽ നിന്നും നമ്മൾ നല്ല പാഠങ്ങൾ പഠിക്കണം. ഇനിയെങ്കിലും മനുഷ്യൻ ഒരു മാറ്റത്തിന് വിധേയനായില്ലെങ്കിൽ പ്രകൃതി നമ്മളെ പാഠം പഠിപ്പിക്കും. ഇത് അമ്മ കൊറോണ വരുന്നതിന് മുൻപ് എഴുതി പ്രസിദ്ധീകരിച്ച പുസ്തകമാണെന്ന് ഓർക്കണം. അയർലൻഡിൽ നിന്ന് ശ്രീമതി മീന പുരുഷോത്തമൻ ചേച്ചിയും ആ കുടുംബവും നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കുകയാണ്. നിങ്ങൾ നോക്കൂ, ഈശ്വരീയമായ ധർമ്മത്തിന്റെ വൈശിഷ്ട്യം. അനുഭവങ്ങളിൽ നിന്ന് പാഠങ്ങൾ പഠിക്കണം. ഇനിയെങ്കിലും മനുഷ്യനൊരു മാറ്റത്തിന് വിധേയനായില്ലെങ്കിൽ പ്രകൃതി നമ്മളെ പാഠം പഠിപ്പിക്കും. അത് താങ്ങാൻ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല. മനുഷ്യന് വേണ്ട എല്ലാ വിഭവങ്ങളും തന്ന് അനുഗ്രഹിക്കുന്നവളാണ് പ്രകൃതി മാതാവ് ജഗദംബ. പക്ഷേ മനുഷ്യൻ അവന്റെ ധർമ്മം മറന്നാൽ, കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെ മനുഷ്യൻ അവന്റെ ആഗ്രഹങ്ങളെ അഴിച്ചുവിട്ടാൽ പ്രകൃതി തിരിച്ചടിക്കും. അനുഗ്രഹം നിഗ്രഹമായി മാറും. അതുകൊണ്ട് ഇനിയും ഒട്ടും വൈകിക്കൂടാ. ശരിയായ തീരുമാനങ്ങളും ശരിയായ പ്രവൃത്തികളും നാം സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. അവ എല്ലാ തലങ്ങളിൽ നിന്നും ഉണ്ടാകണം. വ്യക്തിതലത്തിലും സർക്കാരിന്റെയും സംഘടനകളുടെയും തലങ്ങളിലും ഇതിനെ നേരിടാനുള്ള കാര്യങ്ങൾ ആലോചിക്കണം. ഒറ്റയ്ക്കും കൂട്ടായുമുള്ള പ്രവർത്തനങ്ങൾ ഇതിന് ആവശ്യമാണ്. ബുദ്ധിയുടെയും യുക്തിയുടെയും തലങ്ങളിൽ ചിന്തിക്കുമ്പോൾ ആത്മീയമായ പരിഹാര മാർഗങ്ങളും ആലോചിക്കണം. സമൂഹത്തിൽ നിന്നും ആത്മീയ ചിന്തയെ അകറ്റി നിർത്താൻ ശ്രമിച്ചതാണ് ഇന്നത്തെ പ്രശ്നങ്ങൾക്കുള്ള ഒരു പ്രധാന കാരണം. വിദേശ രാജ്യങ്ങളിൽ ശുചിത്വമുണ്ട്, സത്യമാണ്. വിദേശ രാജ്യങ്ങളിൽ നമ്മളൊന്ന് പോയി നോക്കൂ. ഗൾഫിൽ പ്രസംഗിക്കാൻ പോയിട്ടുള്ള ഒരാളാണ് ഞാൻ. കുവൈറ്റിലും ലണ്ടനിലും പ്രസംഗിക്കാൻ പോയിട്ടുള്ള ഒരാളാണ് ഞാൻ. റോഡിൽ കിടന്നുറങ്ങാൻ നമുക്ക് തോന്നും. ഞാൻ കുട്ടികളാണ് പറയുന്നത്, ബാക്കി മുതിർന്നവർക്ക് ഇതെല്ലാം അറിയാം. നമ്മൾ റോഡിൽ കിടന്നുറങ്ങാൻ നമുക്ക് കൊതി തോന്നും, അത്ര ശുചിത്വമുണ്ട്. പക്ഷേ ഒരു കാര്യം അമ്മ പറയുന്നു, വിദേശ രാജ്യങ്ങളിൽ ശുചിത്വമുണ്ട്, പക്ഷേ മൂല്യങ്ങളില്ല. എത്ര വലിയ ഒരു കാര്യമാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതാണ് അവിടുത്തെ പ്രശ്നം. ശുചിത്വത്തിനെ ഈശ്വര തത്വവുമായി ബന്ധിക്കുമ്പോഴാണ് അതിന് പരിപൂർണത കൈവരുന്നത്. ശുചിത്വത്തിനെ ഈശ്വര തത്വവുമായി ബന്ധിപ്പിക്കുമ്പോഴാണ് അതിന് പരിപൂർണത കൈവരുന്നത്. പരിസര വൃത്തിയെക്കുറിച്ചുള്ള പാഠങ്ങൾ ബാല്യത്തിൽ തന്നെ നാം കുട്ടികൾക്ക് നൽകണം. ഈ പുസ്തകം എന്ന് എഴുതിയതാണെന്ന് ആലോചിച്ച് നോക്കൂ. കൊറോണ വന്നിട്ട് 200 ദിവസമേ ആയുള്ളൂ. അപ്പൊ ഇത് വല്ലതും നമ്മൾ പാലിക്കാറുണ്ടോ? ശങ്കരാചാര്യ സ്വാമികളും ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമിയും മാതാമൃതാനന്ദമയി ദേവിയും പറഞ്ഞത് നമ്മൾ അന്ന് കേട്ടിട്ടുണ്ടോ? ഇപ്പോൾ കേൾക്കുമോ? ഇല്ല. പിന്നെയോ, നമുക്കെല്ലാം നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ജീവിക്കണം. ഓഫീസിൽ പോയാൽ അതിന്റെ മാനേജിംഗ് ഡയറക്ടറോ ഓഫീസറോ പറയുന്നത് അനുസരിക്കും. അവനവന്റെ വണ്ടി ആയാലും റോഡെ കൊണ്ടുപോയാൽ RTO RC ബുക്കും ഇൻഷുറൻസും ലൈസൻസും ചോദിക്കുമ്പോൾ കൊടുക്കും. ഈ കുട്ടിയുടെ ജന്മനക്ഷത്രം എന്താ, ഇതിന്റെ തിഥി എന്താ, ഇത് ഏത് മാസം ജനിച്ചു എന്ന് ചോദിച്ച ആ കുഞ്ഞിന്റെ പേരിൽ ഒരു അമ്പലത്തിൽ ഒരു ഭാഗ്യസ്വക്ത പുഷ്പാഞ്ജലിയും ഗണപതിക്കൊരു ഗണപതി ഹോമവും നടത്താതെ 3 നേരത്തിന് 6 നേരം ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി അമ്പലത്തിൽ കരാർ നടക്കുന്ന ഒരു സമൂഹത്തിന്റെ മുന്നിൽ പ്രകൃതി പറയുന്നു, നീ വരണ്ട. പൂജയും ആരാധനയും അഭിഷേകവും നിവേദ്യവും ഒക്കെ എനിക്ക് തരുന്ന തന്ത്രിയും മേശാന്തിമാരും ഒക്കെ നടത്തിക്കോളും. ഭാരവാഹിയും വരണ്ട, ഭക്തനും വരണ്ട, എല്ലാവരും വീട്ടിലിരുന്നോ എന്ന് പറഞ്ഞത്. ഇതുപോലെ ഓരോ കാലഘട്ടങ്ങൾ ഞാൻ നിങ്ങളുടെ കുട്ടികളോടുള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്. പരമമായ സത്യം പറയാം, 100 കൊല്ലം വേണ്ട, 50 കൊല്ലം കഴിയുമ്പോൾ ചരിത്രത്തിന്റെ ഭാഗമായി മാറുന്ന പുസ്തകമാണ് അമ്മയുടെ ഈ പുസ്തകം. ശ്രീനാരായണ ഗുരുദേവന്റെയും ശങ്കരാചാര്യ സ്വാമികളുടെയും ചട്ടമ്പി സ്വാമിയുടെയും ഒക്കെ ജീവചരിത്രം നമ്മൾ ചർച്ച ചെയ്തതാണ് നമ്മുടെ ഗ്രൂപ്പിൽ. അവരെ കണ്ടവരെ ഒന്ന് കണ്ടാൽ നമുക്കൊരു സന്തോഷമല്ലേ? ഓ, ശ്രീനാരായണ ഗുരുദേവനെ കണ്ടിട്ടുണ്ടല്ലേ? ഓ, ശങ്കരാചാര്യ സ്വാമികളെ കണ്ടിട്ടുണ്ട് കാലടി ചെന്നല്ലേ? ഓ, ചട്ടമ്പി സ്വാമിയെ പന്മനെ ചെന്നപ്പോൾ കണ്ടിട്ടുണ്ട്. അവരെ പോലും നമ്മൾ ആദരിക്കുന്നെങ്കിൽ, അവരുടെ കാലത്ത് ജീവിച്ചിരുന്ന ഒരാളിനെ നമ്മൾ അറിയുന്നുവെങ്കിൽ
ഇന്നത്തെ ഈ ചരിത്രം നമുക്ക് ഈശ്വരീയമായ ഒരു ധർമ്മത്തിന്റെ വൈശിഷ്ട്യമല്ലേ? കറുളി വർണ്ണമാം കൃഷ്ണദേഹം കാർകൊണ്ടൽ പോലെ ചുരുണ്ട കേശം എന്ന് രാധാകൃഷ്ണൻ ഭാസ്കരൻ സാർ എഴുതിയിരിക്കുകയാണ്. നമ്മുടെ ഈ യജ്ഞം നടക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം വന്നിരുന്നു. ഒരു ദിവസം കൊല്ലത്താണ് അദ്ദേഹം. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഉന്നത ഉദ്യോഗസ്ഥനായി വിരമിച്ച ഭാര്യ ബിന്ദു ചേച്ചിയും മകൾ വീണയും ഒക്കെ കൂടി നമ്മുടെ നവാഹത്തിന്റെ ഒരു ദിവസം വന്നിരുന്നു. അദ്ദേഹം എഴുതിയിരിക്കുന്നത് അമ്മയുടെ ആ രൂപവർണ്ണനയാണ്. കണ്ണൻ കറുത്താണെന്ന് പറയുന്നത് പോലെയാണ്. അപ്പൊ ഈശ്വരീയ സങ്കല്പത്തിൽ ഇത് എന്ന് എഴുതിയതാണെന്ന് നമ്മൾ ചിന്തിക്കണം. അത് വീട്ടിലും സ്കൂളിലും ലഭിക്കാനുള്ള സാഹചര്യം ലഭിക്കണം. പരിസര വൃത്തിയെ കുറിച്ച് പഠിപ്പിക്കാറുണ്ടോ? പരിസര വൃത്തിയെ കുറിച്ചുള്ള പാഠങ്ങൾ ബാല്യത്തിൽ തന്നെ നാം കുട്ടികൾക്ക് നൽകണം. വീടും പരിസരവും ശുചിയായി സൂക്ഷിക്കാനും ചപ്പചവറുകൾ വലിച്ചെറിയാതിരിക്കാനും അവർക്ക് ശിക്ഷണം കിട്ടണം. അത് വീട്ടിലും സ്കൂളിലും ലഭിക്കാനുള്ള സാഹചര്യം ലഭിക്കണം. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പാഠങ്ങൾ പാഠ്യപദ്ധതിയുടെ ഭാഗമാകണം. അതിനെ കാരുണ്യപൂർവ്വം പരിഗണിക്കാനുമുള്ള പ്രായോഗികമായ മാർഗദർശനവും കുട്ടികൾക്ക് ലഭിക്കണം. ലോകത്തെക്കുറിച്ചും ലോക കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ജീവിതത്തിന്റെ അടിസ്ഥാന തത്വമായ സ്നേഹത്തെക്കുറിച്ചും കാരുണ്യത്തെക്കുറിച്ചും പഠിപ്പിക്കുവാൻ നമ്മൾ മറന്നുപോകുന്നു. ഇനി എന്തെല്ലാം പഠിച്ചാലും സംസ്കാരവും ഗുരുത്വവും കാരുണ്യവും സ്നേഹവും ഇല്ലെങ്കിൽ എങ്ങനെ മനുഷ്യത്വം എന്ന് പറയുന്ന ഒന്ന് നമുക്കുണ്ടാവും? ആലോചിച്ച് നോക്കും. അതാണ് കൊറോണ ഈശ്വരനും കൈവിട്ടു എന്ന് സതീഷ് കുമാർ എഴുതിയത്. സത്യമാണ്, കൊറോണ ഈശ്വരനും കൈവിട്ടു. ഈശ്വരനെ മാനിച്ചാലല്ലേ ഈശ്വരൻ സ്നേഹിക്കൂ. അപ്പൊ ആ ഒരു ചിന്ത കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. ആ കാരുണ്യത്തെക്കുറിച്ചും പഠിപ്പിക്കുവാൻ നമ്മൾ മറന്നുപോകുന്നു. ഭൗതികമായ അറിവ് സമ്പാദിക്കുന്നതിനോടൊപ്പം സ്നേഹം കൊടുക്കാനും സ്വീകരിക്കാനും നമുക്ക് കഴിയണം. അറിവും ആത്മീയതയിൽ ഉറച്ച സ്നേഹവും കൈകോർത്തു പോയാൽ മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കും. അവൻ പ്രകൃതിയെ സംരക്ഷിക്കും, പരിസ്ഥിതി ശുചിയായി സൂക്ഷിക്കും. അങ്ങനെ ഒരു നല്ല നാളെ ഉണ്ടാകും. ആ അധ്യായത്തിൽ നമുക്ക് പൂർണ്ണമാക്കിയിട്ട് ക്ഷമയുടെ ഗുണഫലം എന്ന അധ്യായം നമുക്ക് അടുത്ത ദിവസം ചർച്ച ചെയ്യാം. അങ്ങനെ ഒരു നല്ല നാളെ ഉണ്ടാകുന്ന നാളെ വെള്ളിയാഴ്ചയാണ്, രേവതി നക്ഷത്രമാണ്, ചതുർദശിയാണ്, ശനിയാഴ്ച പൗർണമിയാണ്. ആ ആകാശത്തിലെ ചന്ദ്രനും പ്രകൃതിയിൽ രാവിലെ 6:15 മണിക്ക് ആരും വിളിക്കാതെ കിഴക്കേ ചക്രവാളത്തിൽ വരുന്ന സൂര്യനും നമ്മളെ അനുഗ്രഹിച്ച തേജോ ഗോളങ്ങളും ഈശ്വരീയ ധർമ്മവും പുലർത്തുന്ന നമ്മുടെ സംസ്കാരത്തിന്റെ ഗാഥ പാടാൻ അമ്മയുടെ ഈ ചടങ്ങിന്റെ 74-ാമത്തെ ദിവസവും നമ്മുടെ സത്സംഗത്തിന്റെ 225-ാമത്തെ ദിവസവും ശ്രീ മൂലം ഭാഗവതം വായിക്കുന്നതിന്റെ 3-ാമത്തെ ദിവസമായ നരസിംഹാവതാരം കഴിഞ്ഞ് വൈകിട്ട് അതിന്റെ പൂജകളും മംഗളകരമായി കഴിഞ്ഞ് ഈശ്വരീയ ധർമ്മത്തിന്റെ ഈ 9 മണി മുതൽ 9:40 വരെയുള്ള 2 നാഴിക 24, 24, 48 മിനിറ്റ് അമ്മയുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും ഇന്നലെ 5 മിനിറ്റ് ആയതും മിനിഞ്ഞാന്ന് നമ്മൾ ആ ഭദ്രകാളി പൂജയുടെ വൈശിഷ്ട്യം മനസ്സിലാക്കുവാനുള്ള ആ കർമ്മത്തിലുമായിരുന്നത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കി മംഗളകരമായി അത് തുടരുവാനും ഈ മഹായാഗം നവംബർ 2-ാം തീയതി തിങ്കളാഴ്ച പൂർത്തീകരിക്കുവാനും നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. ലോകത്തിന്റെ നാനാഭാഗത്തിൽ നിന്നുകൊണ്ട് സജ്ജനങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അതിനൊരു നന്മയുണ്ടാവും. ആ നന്മയുടെ വൈശിഷ്ട്യം നമ്മുടെ ലോകത്തിന് കിട്ടുമ്പോൾ മാത്രമേ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്ന പ്രാർത്ഥന നമുക്ക് സ്വീകരിക്കാൻ കഴിയൂ. വേൾഡ് ഈസ് വൺ ഫാമിലി, വസുധൈവ കുടുംബം. ലോകമേ തറവാട്, നമുക്ക് ഈ ചെടികളും പുലികളും പുഴുക്കളും കൂടി തൻ കുടുംബക്കാർ. ത്യാഗമെന്നതേ നേട്ടം, താഴ്മതാഞ്ഞ അഭ്യുന്നതി എന്ന് പഠിപ്പിക്കുന്ന ഒരു സംസ്കാരത്തിന്റെ ഗാഥയാണ് ഗുരുക്കന്മാർ ലോകത്തിന് പകർന്നു തന്നത്. അത് നമുക്കൊരു വെളിപ്പാടകലെ നമ്മൾ കാണുന്ന സമയം മുതൽ ലോകത്തെ മുഴുവൻ ആധ്യാത്മികതയുടെ പേരിൽ, നാമജപത്തിന്റെ പേരിൽ, സത്സംഗത്തിന്റെ പേരിൽ തന്റെ ജന്മനാട്ടിലേക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞ മഹാഗുരു എന്ന നിലയിൽ അമൃതാനന്ദമയി ദേവിയുടെ മഹത്വങ്ങൾ അടുത്ത തലമുറ അറിയട്ടെ, പഠിക്കട്ടെ, അനുഭവിക്കട്ടെ. വെള്ളൂർ അമൃത നഴ്സറിയിലെ എല്ലാവർക്കും വടകര മക്കളുടെ നമസ്കാരത്തിന് നിങ്ങൾക്ക് അങ്ങോട്ട് കോടി നമസ്കാരം അർപ്പിച്ചുകൊണ്ട് ഈ ഈശ്വരീയ ധർമ്മം പുലർത്താൻ അണ്ണാറക്കണ്ണനും തന്നാലായതുപോലെ എന്ന നിലയിൽ ഈ മഹാസംസ്കാരത്തിന്റെ വൈശിഷ്ട്യം അക്ഷയനെ പോലെയുള്ള കുട്ടികളെ ഏറ്റെടുത്ത് നമ്മളാരും ചിരഞ്ജീവികളല്ല, നമ്മുടെ കാലം കഴിഞ്ഞാലും നിലനിന്നു പോകേണ്ട ചില സംസ്കാരങ്ങളും മൂല്യങ്ങളും ഉണ്ട് എന്നോർക്കാൻ നമ്മുടെ ഈ ചടങ്ങുകൾ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് വീണ്ടും ഒരുമിച്ച് ചേരാനും എല്ലാവരുടെയും അഭിപ്രായങ്ങൾ അറിയിക്കുവാനും പ്രത്യേകം താഴ്മയായി അപേക്ഷിച്ചുകൊണ്ട് വേദം ചൊല്ലുന്ന അല്ലെങ്കിൽ പൂജ നടത്തുന്ന ഒരു സംസ്കാരത്തിന്റെ ഗാഥ എപ്പോഴും നമുക്ക് കിട്ടുന്നതല്ല എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഇന്നലെ ബാത്തികുളം വെള്ളായണിയില്ലത്തെ ആ ഹരികുമാരൻ തിരുമേനി ചൊല്ലിയ വേദങ്ങളുടെ ഇടയിൽ നിന്നുകൊണ്ട് ഒരു 5 മിനിറ്റ് നിങ്ങളോട് ആ വേദം പാഠം നടക്കുകയാണ്. വേദം അറിവെന്നാണ് അർത്ഥം.
ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, ഈ 4 വേദങ്ങൾ ഒന്നായി ഇരുന്നതിനെ 4ആക്കി മാറ്റി. അതുകൊണ്ട് കൃഷ്ണദ്വൈപായനന് വേദവ്യാസൻ എന്ന പേര് കിട്ടി. ഞാൻ ഇന്നലെ ആലോചിച്ചു, അത് ആ തിരുമേനിക്ക് ഇവിടെ ഇരുന്ന് ചൊല്ലാൻ തോന്നിയത് ആ വ്യാസ കുടുംബത്തിലാണ് അമ്മയും ജനിച്ചത്. പ്രിയപ്പെട്ടവരെ, ഞാൻ സത്യം പറയാം, ആ വേദവ്യാസന്റെ കുടുംബത്തിൽ ജനിച്ച ആളാണ് അമ്മ. അമ്മയുടെ അച്ഛനും അമ്മയുടെ അമ്മയും, അമ്മയുടെ അമ്മയെ ഞാൻ ഈ അടുത്ത സമയത്ത് പോയി നമസ്കരിച്ചു. ഉണ്ണിസ്വാമി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അമ്മയുടെ അമ്മ അവിടെ ജീവിച്ചിരിക്കുകയാണ്. അവരെ അന്ന് നാട്ടുകാർ കളിയാക്കി വിളിക്കുന്ന പേര് ബ്രാഹ്മണ അമ്മ എന്നായിരുന്നു. കാരണം അവർ വ്രതമുള്ളവരായിരുന്നു, അവർ പൊങ്കാലയിടുന്നവരായിരുന്നു, അവർ നമ്മൾ നവാഹം നടന്ന ക്ഷേത്രത്തിൽ പോയി നന്മയുണ്ടാകാൻ പ്രാർത്ഥിച്ചവരായിരുന്നു. ആ വ്യാസ കുടുംബത്തിൽ ജനിച്ചതിൻ്റെ വൈശിഷ്ട്യം അമ്മയുടെ ലൈവ് നമ്മൾ പറയുന്ന അതേ സമയത്ത് ഹരികുമാർ തിരുമേനി താടി നെഞ്ചോടി ചേർത്തും ഇടത്തോട്ട് തിരിച്ചും വലത്തോട്ട് തിരിച്ചും വേദം ജപിക്കുന്നത് കണ്ടപ്പോൾ ഞാനും വിചാരിച്ചു അതും അമ്മയുടെ അനുഗ്രഹം. ഒരു ദിവസം ലൈവ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം ഈ ചടങ്ങിനെ കുറിച്ച് നമുക്ക് എപ്പോൾ തുടങ്ങണം, എങ്ങനെ വേണമെന്നൊക്കെ എന്ന് ആലോചിക്കാൻ വന്നത്. അന്നാണ് നിങ്ങളോട് അദ്ദേഹം മന്ത്രവും ജപിച്ച് സംസാരിച്ചത്. അപ്പൊ ഇതിനെ എല്ലാം അതുമായി ബന്ധപ്പെടുത്തി പോകുവാനുള്ള ഒരു ഈശ്വരീയ ധർമ്മം പാലിക്കണം. അപ്പോഴാണ് നമ്മൾ ഈ പറയുന്ന തിയറി പ്രാക്ടിക്കലായി മാറുന്നതെന്ന് പഠിക്കാൻ നമുക്ക് കഴിയണം. നാളെ നമ്മുടെ അല്ല. അമ്മ അല്പം മുമ്പ് എഴുതിയത് നമ്മൾ വായിച്ചതുപോലെ പാസ്റ്റും ഫ്യൂച്ചറും നമ്മുടേതല്ല. ഇന്നലെ ആ തിരുമേനി ഇരുന്ന് വേദം ചൊല്ലിയത് ഇപ്പൊ പാസ്റ്റായി, കഴിഞ്ഞതായി. നാളെ രാത്രി 10 മണിക്ക് എന്താവും നമുക്കറിയില്ല. ആ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കാതെ ഇപ്പോഴത്തെ 9:45 നമ്മുടേതാണ്. ഇത് 9:47 ആവുമോ എന്ന് നമുക്കറിയില്ല. അവിടെയാണ് പ്രപഞ്ചം. നമ്മളെ ആകാശത്തിൽ ഇപ്പോൾ നിൽക്കുന്ന ചന്ദ്രനും നാളെ രാവിലെ 6:15 വരേണ്ട സൂര്യനും അനുഗ്രഹിക്കേണ്ടതെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഈ പൂജയുടെയും ഹോമത്തിന്റെയും ഈ പാരായണ ശ്രവണത്തിന്റെയും ഒക്കെ ഇടയിലായതുകൊണ്ട് എനിക്കിപ്പം നല്ല എനർജിയാണ്. കാരണം വൈകുന്നത് വരെ സംസാരിക്കണ്ട, അതിനെയൊക്കെ അനുഭവിക്കാൻ, ആ ഹോമ പുക ശ്വസിക്കാൻ. ആ ഭാഗവതത്തെ കുറിച്ച് ഒരു ഭാഗവത ആചാര്യൻ പറയുന്നത്, ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ 3 മക്കളും മരുമോനും അയൽ വീട്ടിലെ 3-4 പേരും കൂടി ഒരുമിച്ചിരുന്ന് കേൾക്കുമ്പോഴുള്ള ഒരു സുഖം പറയുമ്പോൾ പലപ്പോഴും ഉണ്ടാകും. കേൾക്കുന്നതിന് എനർജി നഷ്ടപ്പെടുന്നില്ല, എനർജി കിട്ടുകയാണ്. പറയുന്നതും ആധ്യാത്മികമായാലേ എനർജി കിട്ടൂ. ആ എനർജിയെയാണ് ആറ്റത്തെ സ്പ്ലിറ്റ് ചെയ്താൽ ഇലക്ട്രോൺ, ന്യൂട്രോൺ, പ്രോട്ടോൺ, പോസിട്രോൺ, എക്കോൺ എനർജി എന്ന് ശാസ്ത്രജ്ഞൻ പറഞ്ഞത്. നമ്മുടെ അമ്മമാർ പ്രാർത്ഥിച്ചത് പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീ നിത്യം. ആ പ്രകാശ ദീപങ്ങളുടെ നിലവിളക്കുകളുടെ ഹോമപ്പുകയുടെ ഹോമകുണ്ടത്തിന്റെ മുന്നിൽ അത് പഠിച്ച ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ അത് ചൊല്ലി അർപ്പിക്കുന്നിടത്ത് വെറുതെ പോയി നിന്നാൽ പോലും നമുക്കൊരു എനർജി കിട്ടും. ആ ഈശ്വരീയ ബിംബങ്ങൾക്ക് ഒരു നിവേദ്യം തയ്യാറാക്കി ആ നിവേദ്യം കൊടുക്കുന്നത് കണ്ടാൽ നമുക്ക് വിശപ്പ് മാറും. ഭക്ഷണശാലയിൽ പാചകം ചെയ്യുന്ന ആളിന് വിശപ്പില്ലല്ലോ. ഭക്ഷണശാലയിൽ ഭക്ഷണം വിളമ്പുന്ന കല്യാണ സദ്യക്ക് 3 പന്തി വിളമ്പുന്നവർക്ക് എന്താ വിശപ്പില്ല? ആ വായുവിലൂടെ അതിന്റെ എനർജി അവർക്ക് ലഭിക്കുന്നു. അതേപോലെ ആധ്യാത്മിക തരംഗങ്ങൾക്ക് വലിയ ശക്തി ഉണ്ടെന്ന് ലോകം മുഴുവൻ ഒരു നിമിഷം വിശ്രമിക്കാതെ അമ്മ ഓടി നടന്നതുകൊണ്ട് വിവേകാനന്ദ സ്വാമി പ്രസംഗിച്ച അതേ ഡയസിൽ അമ്മയ്ക്ക് നിൽക്കാൻ സാധിച്ചു. വ്യാസ കുടുംബത്തിൽ പിറന്നതിന്റെ മഹത്വമാണത്. ആ വേദവ്യാസനാണ് നമുക്ക് ഭാഗ്യസൂക്ത മന്ത്രവും പുരുഷസൂക്ത മന്ത്രവും ഒക്കെ വേദങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത് നൽകിയത്. അതിനെയൊക്കെ മാനിക്കാനും അത് പ്രപഞ്ച ശക്തിയുമായി ബന്ധപ്പെടാനും കഴിയുന്ന ഒരു മഹാധർമ്മത്തിന്റെ വൈശിഷ്ട്യത്തിലേക്ക് നമുക്ക് ഇന്ന് കിട്ടിയ ഈ 50 മിനിറ്റ് നാളത്തേതല്ല, ഇന്നലത്തേതുമല്ല, അതിനെല്ലാം ഉപയോഗപ്പെടുത്താൻ അമ്മയും മള്ളിയൂർ തിരുമേനിയും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രം കണ്ടാൽ തന്നെ നമുക്ക് നിറയും. എന്നിട്ട് ഉണ്ണി ഗണപതിയെ മടിയിൽ എടുത്തു വെച്ചുകൊണ്ട് തിരുമേനി ഭാഗവതം പറഞ്ഞതുപോലെ ആ ഉണ്ണിക്കണ്ണന്റെ മടിയിൽ ശ്രീകൃഷ്ണസ്വാമിയും ഇരിക്കുന്നു. ആ ഈശ്വരീയ ധർമ്മത്തിന്റെ വൈശിഷ്ട്യം, ശ്രീ പത്മനാഭസ്വാമിയുടെ ചിത്രം, അങ്ങനെ നല്ലത് കണ്ണുകളിലൂടെ കണ്ട്, നല്ലത് ചെവികളിലൂടെ കേട്ട്, നല്ലത് നാവുകൊണ്ട് പറഞ്ഞ്, നല്ലതിന്റെ മുന്നിൽ ശിരസ് നമിച്ച്, നല്ലതിന്റെ മുന്നിൽ ആ 2 കൈകളും ചേർത്ത് ഒന്ന് നമസ്കരിച്ച് ഈ പ്രപഞ്ചമാതാവിന്റെ പാദങ്ങളിൽ നമസ്കരിക്കുവാനുള്ള ഒരു മഹാഭാഗ്യം നമ്മുടെ എല്ലാം കുടുംബങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട്, ഗുരുവാരമായ വ്യാഴാഴ്ച, ഉത്രട്ടാതി നക്ഷത്രം, ത്രയോദശി, തുലാം 13, ഒക്ടോബർ 29 നമുക്ക് ഈ ചടങ്ങ് ഇന്നിവിടെ പൂർണ്ണമാക്കിയിട്ട് നാളെ വീണ്ടും നമുക്ക് ഒരുമിച്ച് ചേരാം. തിരുമേനിമാരെല്ലാം ഇവിടെ അതിൻ്റെ വൈശിഷ്ട്യമായ കളം, മനോഹരമായ കളം, അതുകൂടി ഞാൻ നിങ്ങളെ കാണിക്കാം. നമ്മുടെ കുടുംബങ്ങളെല്ലാം ഉണ്ട്.
മനോഹരമായ പഞ്ചവർണ്ണ കളം ആ പൂജയ്ക്ക് വേണ്ടി നാളെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇന്ന് രാത്രിയിലെ ഒരുങ്ങുകയാണ്. ഞാൻ നിങ്ങളെ അതെല്ലാം ഒന്ന് കാണിക്കാം. ഒരൊറ്റ മിനിറ്റ്. തിരുമേനിമാര് ഇവിടെ ഇടുന്ന കളമാണ്. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇന്നലെ വേദം ചൊല്ലിയ തിരുമേനി ഇവിടെ എത്തി. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഹരികുമാർ തിരുമേനി വാത്തികുളം വെള്ളായണി ഇല്ലത്ത് തിരുമേനി ഒരു മിനിറ്റ് തിരുമേനി ശ്രീകുമാർ തിരുമേനി അന്ന് അവിടെ വന്നെന്ന് പറഞ്ഞ തിരുമേനി ഇവിടെ ഉണ്ട്. അദ്ദേഹം ഇവിടെ ഉണ്ട്. അദ്ദേഹം നിങ്ങൾക്കെല്ലാം ഒരു ആശംസ അർപ്പിക്കും, ഒരു നമസ്കാരം പറയും. നമസ്കാരം. എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. ഞാൻ ഇവിടെ നാളത്തേക്കുള്ള പൂജയുടെ കാര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഈ രാത്രിയിൽ ഈശ്വരാനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. അതുപോലെ ഇന്ന് വൈകിട്ടത്തെ നിവേദ്യം അത് നിങ്ങളെ കണ്ടതാണ്. നിവേദ്യം കൊടുക്കുന്നത് അദ്ദേഹം ഇവിടെയുണ്ട്. എല്ലാ ഭക്തജനങ്ങൾക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഈശ്വരാനുഗ്രഹങ്ങളും ഇന്നും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളു. നന്ദകുമാർ നാരായണനാണ്. അമ്മ പാടുന്ന നന്ദലാല നാരായണ എന്നുള്ളതിന്റെ പ്രതിരൂപ. തിരുമേനിമാരെ കണ്ടു, എല്ലാവരും ലൈവിലുണ്ട്. ആ കളം നിങ്ങളെ കാണിക്കാം. പൂജയ്ക്കുള്ള കളവും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇന്ന് ഇങ്ങനെ ഒരു ലൈവിൽ നമുക്ക് ഒരുമിച്ച് കൂടാൻ സാധിച്ചത്. അമ്മയുടെ അനുഗ്രഹവും അമ്മയുടെ പ്രാർത്ഥനകളും എല്ലാം നമുക്ക് ഐശ്വര്യം പകരട്ടെ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് നാമജപത്തോടെ പൂർണ്ണമാക്കാം. നാളെ വീണ്ടും ഒരുമിച്ച് ചേരാം. തങ്കച്ചന് നമസ്കാരം, പ്രസന്ന ചേച്ചിക്ക് നമസ്കാരം, രാധാകൃഷ്ണൻ വാസവൻ സാറിന് നമസ്കാരം, വിരാർ സതീശന് നമസ്കാരം, ബോംബെ. മീന പുരുഷോത്തമൻ നാട്ടിലെത്തിയ പോലെ എന്ന അയർലാൻഡിൽ നിന്ന് എഴുതി കാണിക്കുകയാണ്. മള്ളിയൂർ തിരുമേനിയുടെ അടുത്താണ്. മള്ളിയൂർ തിരുമേനിയുടെ മകൻ പരമേശ്വരൻ തിരുമേനിയാണ് ചേച്ചിയുടെ വിവാഹം നടത്തിയത് എന്ന് സൂചിപ്പിച്ചു. അയർലൻഡിൽ 5 മണിക്കൂർ ബൈക്കാണ് ഇപ്പോൾ. അവിടെ വൈകിട്ട് 5 മണിയാണെന്ന് തോന്നുന്നു. അപ്പോൾ നമസ്കാരം. അക്ഷയ് ശ്യാമിന് നമസ്കാരം, വളരെ നന്ദി. മീന പുരുഷോത്തമൻ ചേച്ചി, മോഹൻദാസിന് നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം അർപ്പിക്കുന്നു. ഈ മംഗളകരമായ ചടങ്ങ് തിങ്കളാഴ്ച പൂർത്തീകരിക്കാൻ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. മൂലം ഭാഗവതം കേൾക്കുന്നത് ലൈവിൽ ഇന്ന് രാവിലെ മുതൽ ഉച്ചയ്ക്ക് നടന്ന ചടങ്ങുകളും വിഷ്ണു സഹസ്രനാമവും ബ്രാഹ്മണരുടെ കാൽ കഴിച്ചോട്ടും കണ്ടിട്ട് അത് നിറഞ്ഞു. നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയം മറന്നു എന്നൊക്കെ അറിയിച്ചു. ജയശ്രീ ടീച്ചർ ഉൾപ്പെടെയുള്ളവർ എല്ലാവർക്കും നമസ്കാരം. ശശി നായർക്ക് നമസ്കാരം. സോ ലക്കി ടു സി എന്നാണ് അത്. രാവിലെ മുതലുള്ള ലൈവും നാളെ മുതൽ എല്ലാവരും കാണണം. ഇതുവരെ കണ്ടതുപോലെ എല്ലാവരുടെയും കുടുംബങ്ങളിൽ നന്മയുണ്ടാവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കണം. അവിടെ 4:30 മീന ചേച്ചി എഴുതിയിട്ടുണ്ട്. സന്തോഷം. ചന്ദ്രൻ അവിടെ എത്തിയത് ഒരിക്കൽ ഫോട്ടോ എടുത്ത് അയച്ചത് നമ്മൾ ലൈവിൽ കാണിച്ചു കൊടുത്തു. രാധാകൃഷ്ണൻ വാസവൻ സാർ എല്ലാം കണ്ടു എന്നറിയിച്ചിട്ടുണ്ട്. വളരെ സന്തോഷം. അപ്പോൾ എല്ലാവരുടെയും കുടുംബങ്ങളിൽ ശാശ്വതമായ ശാന്തിയും ഐശ്വര്യവും ഉണ്ടാവാൻ നമുക്ക് പതിവ് പ്രാർത്ഥന ചൊല്ലി പൂർത്തീകരിക്കാം. തിരുമേനിമാരും നമ്മുടെ ലൈവിൽ എത്തുന്നത് 2ാം തവണയാണ്. ഒരിക്കൽ നമ്മൾ വെരി ബ്ലസ്ഡ് എന്നാണ് മീന പുരുഷോത്തമൻ ചേച്ചി അയർലൻഡിൽ നിന്ന് എഴുതിയത്. വളരെ സന്തോഷം. എല്ലാം ഈശ്വര അനുഗ്രഹം. നോട്ട് ഓൺ മൈ മെറിറ്റ് ബട്ട് ഓൺ ഹിസ് ഗ്രേസ് എന്ന് പറയുന്നതുമാണ്. പ്രസന്ന നായർക്കും നമസ്കാരം. അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള ഒരു അനുഭൂതിദായകമായ മുഹൂർത്തം നമുക്കൊക്കെ ഉണ്ടാവണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നാമജപത്തോടുകൂടി പൂർത്തീകരിക്കാം. ഓം സർവേഷാം സ്വസ്തിർഭവതു, സർവേഷാം ശാന്തിർഭവതു, സർവേഷാം പൂർണ്ണം ഭവതു, സർവേഷാം മംഗളം ഭവതു, സർവേ ഭവന്തു സുഖിനം, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. അസതോ മാ സത്യമയ, തമസോ മാ ജ്യോതിർഗമയ, മൃത്യോർമാ അമൃതം ഗമയ. ഇന്നലെ വേദം ചൊല്ലിയ തിരുമേനിയുടെ ശബ്ദമേ നമ്മൾ കേട്ടുള്ളൂ. അദ്ദേഹം ഏതെങ്കിലും ഒരു അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട മന്ത്രവും കൂടി ചൊല്ലി നമുക്ക് പൂർണ്ണമത ചൊല്ലാം. വാത്തികുളം വെള്ളായണി ഇല്ലത്ത് ഹരികുമാർ തിരുമേനി നേരത്തെ കണ്ട ശ്രീകുമാർ തിരുമേനിയുടെ സഹോദരനാണ്. ഇപ്പം ശബരിമലയിലെ മേൽശാന്തിയുടെ ലിസ്റ്റിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പം 8ാമത്തെ നറുക്കെടുക്കുന്നത് വരെ ഉണ്ടായിരുന്നു. നമ്മൾ വിടാഞ്ഞതാണ്. വളരെ ബാല്യത്തിലെ സ്ത്രീകളിൽ കയറിയാൽ എല്ലാ പൂജയും അതിൻ്റെ ആധികാരികമായി നടത്തിയിട്ട് 11 മണിക്ക് അദ്ദേഹം വെള്ളം കുടിക്കാറുള്ളൂ. അപ്പം അദ്ദേഹത്തിൻ്റെ അച്ഛൻ ശ്രീകുമാർ തിരുമേനി, അവരുടെ ജ്യേഷ്ഠൻ ഉണ്ണികൃഷ്ണൻ തിരുമേനി, അങ്ങനെ ഒരു വലിയ പാരമ്പര്യമുള്ള തറവാടാണ് അവരുടേത്. അപ്പോൾ തീർച്ചയായും അതിനെയൊക്കെ മാനിച്ചുകൊണ്ട്
നമ്മുടെയൊക്കെ അടുത്ത തലമുറയ്ക്ക് നന്മ ചെയ്യുവാനുള്ള എല്ലാ സംവിധാനങ്ങളും അവരുടെ കുട്ടികളെയും അതിനെ തയ്യാറാക്കി വരുമ്പോൾ നമ്മുടെ ആധ്യാത്മിക സംസ്കാരം ഒരിക്കലും നശിക്കില്ല. നമ്മുടെ കാലം കഴിഞ്ഞാലും നമ്മുടെ അടുത്ത തലമുറയ്ക്ക് അത് ചെയ്തു കൊടുക്കുവാൻ അവരുടെ വീടുകളിലുമുള്ളവർ സജ്ജരാകുന്നു എന്ന ഒരു സന്തോഷം നമുക്കൊക്കെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു മന്ത്രവും കൂടി നമുക്ക് കേൾക്കാം. അതും ഒരു അനുഗ്രഹമാണ്. വ്യാഴാഴ്ചയാണ്. ഇന്ന് ഗുരു ചൈതന്യം നിറഞ്ഞ് തിളങ്ങി വിളങ്ങി നിന്ന ഒരു സമയമാണ്. അതിന് നമുക്കൊരു പ്രാർത്ഥന, ഹരിയമാർ തിരുമേനി ഒരു പ്രാർത്ഥന നമുക്കായി അർപ്പിക്കും. ശതം ശതം ഹേമന്താൻ ശതമുപസന്താൻ ശതം ഇന്ദ്രാഗ്നി സവിതാ ബൃഹസ്പതി ശതായുഷാ വിഷേമം പുനർധൂ ആഹാരിഷ്യന്ത്വാ വിതന്ത്വാ പുനരാഗാ പുനർനവാ സർവാംഗ സർവം തേ ചക്ഷു സർവമായുശ്ചതേവിധം. പോരെ, ബൃഹസ്പതി നിറഞ്ഞു നിൽക്കുന്ന മന്ത്രമാണ് നമുക്ക് കിട്ടിയത്. ഗുരുവാരമാണ്, വ്യാഴാഴ്ചയാണ്. ഏറ്റവും വലിയ ഒരു ഭാഗ്യം. ശ്രീമാർ തിരുമേനി നാമം ജപിച്ച ഹോമം നടത്തുന്നതിൻ്റെ ഭാഗ്യസൂക്തവും പുരുഷസൂക്തവും ഐശ്വര്യസൂക്തവും ഒക്കെ നമ്മൾ എല്ലാ മാസത്തിലൊന്നും നമ്മൾ കേൾക്കുന്നതാണ്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും നമ്മളുടെ ഈ ഇന്നത്തെ ചടങ്ങ് വളരെ ധന്യമായി. നമുക്കിനി സമർപ്പണ മന്ത്രം, വാസ്തവത്തിൽ ഇപ്പോൾ നേരം വിളിക്കുന്നവരെ നിന്നങ്ങ് പറയാൻ തോന്നുന്ന ഒരു എനർജിയുമായി നിങ്ങൾക്കും അങ്ങനെയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അതാണ് പരീക്ഷിത് മഹാരാജാവ് പറഞ്ഞത്, ശ്രീശുഗമനെ നിങ്ങളിതൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ രാപ്പകൽ ഒഴിയാതെ എനിക്ക് പറഞ്ഞു തരൂ, ഞാൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അതാണ് എനർജി. അതിന് നമ്മൾ വിശ്രമിക്കണ്ട, അതിന് ഒരുപാട് ഭക്ഷണമൊന്നും കഴിക്കണ്ട. അത് ഹോമപ്രസാദവും നിവേദ്യങ്ങളും ഒക്കെ കഴിക്കുമ്പോൾ തന്നെ ഇന്നിപ്പോൾ പലരും എഴുതിയതുപോലെ അത് കാണുമ്പോൾ തന്നെ നമുക്ക് നിറയും. അപ്പോൾ അങ്ങനെ ഒരു എനർജി ഉണ്ടാക്കിയെടുക്കാനുള്ള പരിശ്രമം, അത് മാലിന്യമുക്തമാണ്, അത് വിഷമുക്തമാണ്, അത് ആരോഗ്യദായകമാണ്, ഐശ്വര്യദായകമാണ്. അപ്പോൾ അതിനെല്ലാം ഇടയായി. ഇതൊക്കെ നമ്മൾ നിശ്ചയിച്ചതല്ല, ഇതൊക്കെ അപ്പോൾ വന്ന് പെട്ടതാണ് എന്നോർത്തുകൊണ്ട് നമുക്ക് മന്ത്രം ചൊല്ലി പൂർത്തീകരിക്കാം. ഓം കയേന വാചാം മനസ്സേന്ദ്രിയർവാം ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോമി യദ്യ സകലം പരസ്മൈ ശ്രീ ലക്ഷ്മീ നാരായണായേതി സമർപ്പയാമി. ശ്രീ സീതാരാമചന്ദ്രായേതി സമർപ്പയാമി. ശ്രീ പാർവതി മഹാദേവായേതി സമർപ്പയാമി. സർവം 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 ശ്രീ മള്ളിയോർ പൊന്നു തിരുമേനി തൃപ്പാദങ്ങളേതി സമർപ്പയാമി. വീട്ടിൽ യജ്ഞം നടത്തിയിട്ടുള്ള തിരുവനന്തപുരത്തെ ശശിധരൻ നായർ സാറും ഗിരിജ ചേച്ചിയും ലൈവിലുണ്ട്. അവർക്കും പ്രത്യേക നമസ്കാരം. ആ അമ്മയും അവരുമെല്ലാം നമ്മുടെ വേദികളിൽ സ്ഥിരമായി എത്തുന്നവരായിരുന്നു. ശശി നായർക്കും നമസ്കാരം. അപ്പോൾ എല്ലാ അർത്ഥത്തിലും 9 മുതൽ 10 വരെ നമ്മൾ 15 മിനിറ്റിൽ പൂർണ്ണമാക്കാൻ ഇരുന്നതാണ്. 1 മണിക്കൂർ പോയത് നമ്മൾ അറിഞ്ഞില്ല. അതുകൊണ്ടാണ് ഗുരുദേവൻ പറഞ്ഞത്, പരയുടെ പാല് നുകർന്ന ഭാഗ്യവാന്മാർക്ക് 10,000 ആണ്ടൊരു ഞൊടി പോലെ തോന്നും, അല്ലാത്തവരാണ് സമയം പോകുന്നില്ലല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നത് നിർഭാഗ്യവാന്മാരാണെന്നാണ്. അപ്പോൾ ഇന്നത്തെ വ്യാഴാഴ്ച നമുക്ക് സമ്പൂർണ്ണമാക്കി തന്ന ദേവഗുരു ബൃഹസ്പതിയെയും ഗുരു പരമ്പരയെയും നമുക്ക് പ്രാർത്ഥിക്കാം. നാളെ ശുക്രൻ്റെ ദിവസമാണ്. ശുക്രൻ്റെ ദിവസത്തിന് ശുക്രവാരം എന്നാണ് പറയുന്നത്. ലോകത്തിലുള്ള മുഴുവൻ മുസ്ലിങ്ങൾ, അവർ പിയൂണാവട്ടെ ജില്ലാ കളക്ടറാവട്ടെ, ഉച്ചയ്ക്ക് 12 സമയമുണ്ടെങ്കിൽ നിൽക്കുന്നിടത്ത്, നടക്കുന്നിടത്ത്, ഓടുന്നിടത്ത് അവിടെ വീണ് നമസ്കരിക്കുന്ന ദിവസമാണ് നാളെ. ആ ദിവസവും രേവതി നക്ഷത്രമാണ്. നാളെ ചതുർദശിയാണ്. ആ ദിവസവും ഇന്നത്തെ ദിവസം പോലെ, ഇന്നത്തെ ഉദയം മുതൽ ഇന്ന് 6:12 മുതൽ ഈ 10 മണി വരെ നമ്മളെ അനുഗ്രഹിച്ച കോടിക്കണക്കിന് മൈൽ അകലെ നിന്നുകൊണ്ട് നമ്മളെ നയിക്കുന്ന ഗ്രഹങ്ങൾക്കും അതിനെ നിയന്ത്രിക്കുന്ന അമ്മ ദേവിക്കും ഭഗവാനും ഒക്കെ നമുക്ക് പ്രണാമങ്ങൾ അർപ്പിച്ച, സർവോപരി നമുക്ക് ഈ ശരീരം നൽകിയ നമ്മുടെ അമ്മയ്ക്ക്, നമ്മുടെ അച്ഛന്, അവർ കൊണ്ടുവന്ന് ഏൽപ്പിച്ച ഗുരു പരമ്പരയ്ക്ക് കോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് മള്ളിയൂർ തിരുമേനിയുടെ തൃപ്പാദങ്ങളിലും അമ്മയുടെ തൃപ്പാദങ്ങളിലും നമുക്ക് സമർപ്പിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണം ഇദം പൂർണ്ണാത് പൂർണ്ണം ഉദച്യതേ പൂർണ്ണസ്യ പൂർണ്ണം ആദായ പൂർണ്ണം ഏവ അവശിഷ്യതേ. നമ്മൾ തെളിച്ചു വച്ചിരിക്കുന്ന ദീപവും പൂർണ്ണം. ഇതിൽ നിന്ന് തെളിച്ച് എത്ര വീടുകളിലേക്ക് കൊണ്ടുപോകുന്ന ദീപവും പൂർണ്ണം. പൂർണ്ണമത പൂർണ്ണമിതം. ആ പൂർണ്ണത്തിൽ നിന്നാണ് ഈ പൂർണ്ണം ഉണ്ടായത്. അതണഞ്ഞാൽ ഇതുണ്ട്,
ഇതണഞ്ഞാൽ അതുണ്ട്, 2 മണഞ്ഞാൽ ആകാശത്ത് ചന്ദ്രനുണ്ട്, നാളെ രാവിലെ ആരും തെളിക്കാതെ വരുന്ന സൂര്യനുമുണ്ട്. ഒരു പൂർണ്ണം മാത്രം അവശേഷിക്കുന്നു. പൂർണ്ണം മൈനസ് പൂർണ്ണം ഈസ് ഈക്വൽ ടു പൂർണ്ണം. ഇത് ലോകത്തിൻ്റെ മന്ത്രമാണ്. ഇത് ഒരു കാര്യം പൂർണ്ണമാകുമ്പോൾ മാത്രമല്ല, ഏത് സമയത്തും ജപിക്കാവുന്ന മന്ത്രമാണ്. ഒരു പ്രകാശത്തിൽ നിന്ന് എത്ര ദീപങ്ങൾ കൊണ്ടുപോയാലും ആ പ്രകാശത്തിന് യാതൊരു കുറവും വരുന്നില്ല. 30 വർഷത്തെ സർവീസുള്ള ഇരുട്ടുള്ള ഒരു മുറിയിൽ ഇപ്പോൾ ഒരു ദീപം കൊണ്ട് പ്രവേശിപ്പിച്ചാൽ 30 വർഷത്തെ സർവീസുള്ള ഇരുട്ട് എങ്ങോട്ട് പോയെന്നറിയില്ല. ഇരുട്ട് പോയിട്ട് ഒരു കാലത്തും വെളിച്ചം വരില്ല. വെളിച്ചം വരുമ്പോഴേ ഇരുട്ട് പോകും. അമ്മ എഴുതിയ പുസ്തകങ്ങളിലുണ്ട്, മളിയൂർ തിരുമേനി പറഞ്ഞ പ്രഭാഷണങ്ങളിലുണ്ട്. സർവോപരി അക്ഷരമെഴുതാൻ അറിയാത്ത ഒരു കാളീക്ഷേത്രത്തിലെ പൂജാരിയായ ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ വചനാമൃതത്തിലുണ്ട്. അപ്പൊ ഗുരുക്കന്മാർ പറഞ്ഞതെല്ലാം ഒന്നാണ്. നരേന്ദ്രനെ സ്വാമി വിവേകാനന്ദനാക്കി മാറ്റിയത് അമ്മയും അച്ഛനും നാട്ടുകാരുമല്ല, ആ കാളീക്ഷേത്രത്തിലെ പൂജാരിയാണ് എന്ന് ലോകം വിളിച്ചോതുമ്പോൾ ആ ഈശ്വരീയ ധർമ്മത്തെ മാനിക്കാൻ നമുക്കെന്നും അവസരവും അനുവാദവും അനുഗ്രഹവും പ്രകൃതി നൽകണമേ. ആ പ്രകൃതി ശക്തി ഗുരുക്കന്മാരിലൂടെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ഓം പൂർണ്ണമദത് പൂർണ്ണം ഇദം പൂർണ്ണാത് പൂർണ്ണം ഉദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമദായ പൂർണ്ണം ഏവ അവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്കാരം നമസ്കാരം നമസ്കാരം.